അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയെ കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ലോകം മുഴുവനും ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കള്, ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികള്, ഓരോ ഉദ്യമങ്ങള്, ഓരോ ജീവിത ലക്ഷ്യങ്ങള്, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യം, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ മക്കളുടെ കൂടെ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ,
മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. നമ്മളിന്ന് ഉടമ്പടിയുടെ നിത്യതയും അനുദിന ജീവിതവും ഒരുപോലെ അഭിസംബോധന ചെയ്യുന്ന ശക്തമായൊരു വചനം ഈ ദിവസങ്ങളിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് 2 സാമുവേൽ 23:5. 2 സാമുവേൽ 23:5. അവിടുന്ന് എന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു. സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി. അതാണ് നമ്മുടെ ഉടമ്പടി പോലെയാണ്. ഉടമ്പടിയുടെ പ്രത്യേകത അതാണ്. സുരക്ഷിതമായി, ലൂപ്പ് ഹോൾ ഇല്ലാതെ, അതാണ് ഒഴികഴിവില്ലാതെ, പ്രസരണ നഷ്ടമില്ലാതെ സംവിധാനം ചെയ്ത ഉടമ്പടി. അവിടുന്ന് എന്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും. ഉടമ്പടി ഏറ്റവും ഗുണം ഇതാണ്. രക്ഷ എന്ന് പറഞ്ഞാൽ നിത്യരക്ഷ, അഭിലാഷം എന്ന് പറയുന്നത് എന്താണ്? അനുദിന ആവശ്യങ്ങൾ. അപ്പം അനുദിന ആവശ്യങ്ങൾ നിത്യരക്ഷയും ഒറ്റ പാക്കേജിൽ കിട്ടണത് എന്താണ്? അത് ഉടമ്പടിയാണ്. ഉടമ്പടിയിൽ ജീവിക്കുന്ന ആൾക്കാർ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് പരിശുദ്ധാത്മാവ് രൂപകൽപ്പന ചെയ്ത ദൈവാനുഭവത്തിൻ്റെ, ദൈവസംരക്ഷണത്തിൻ്റെ കൃപാസനത്തിലാണെങ്കിൽ നടക്കുന്നത് അതിനേക്കാൾ ശക്തമായ ഉടമ്പടിയാണ്. കാര്യം മാതാവാണ് ഇതിൻ്റെ പ്രയോക്താവും മാധ്യസ്ഥയും ഉടമ്പടിയുടെ. അപ്പം മരിയൻ ഉടമ്പടി എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഒരു മനുഷ്യൻ്റെ ഭൗതികമായ ഇല്ലായ്മകളിലും പരിഹാരമാകാൻ ക്രിസ്തുവിനെ അതിൻ്റെ അകത്ത് ഭാഗമാക്കാക്കുന്നത് ഒരു മരിയൻ കാഴ്ചപ്പാടാണ്. ധർമ്മ പറയണത് യേശുവാണല്ല. മനുഷ്യാവതാരത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ ആദ്യം കൈമാറിയ സ്ത്രീ, രക്ഷാകര ചരിത്രത്തിലെ ദൈവം ഏറ്റെടുത്ത് അനുഗ്രഹിച്ച് ദൈവം കൊടുത്ത പരിശുദ്ധ അമ്മ യേശു ആരാണെന്നുള്ള മുഴുവൻ വെളിപാടുകളുള്ള ആളാണ്. അതുകൊണ്ടാണ് ഈ ഇല്ലായ്മ വന്നപ്പോഴും യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നാലും മരിയൻ ഉടമ്പടിയിൽ എന്നും ഇതുപോലെ കനായിലെ കല്യാണത്തിൽ എന്നതുപോലെ നിൻ്റെ അമ്മ നിനക്ക് വേണ്ടി യേശുവിനോട് എന്നും നിനക്കത് ലഭിക്കുന്നത് വരെ അമ്മ നിൻ്റെ ആ ഉടമ്പടിയുടെ കാവൽക്കാരിയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മരിയൻ മിഷൻ, അവൻ പറയണ പോലെ ചെയ്തെന്നാണ് മരിയൻ മിഷൻ. ആ മരിയൻ മിഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് ഈ നോൻപ് കാലത്ത് അർത്ഥവത്തായിട്ട് ഊർജ്ജസ്വരമായിട്ട് ചെയ്യാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്തുതിയായിരിക്കട്ടെ. കൃപാസന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി കരയറ്റുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി നിൽക്കാൻ എന്നെയും എൻ്റെ കുടുംബത്തിനെയും അവിടുന്ന് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. എൻ്റെ പേര് ലീന പാപ്പച്ചൻ. ഇതെൻ്റെ ഹസ്ബൻഡ് വിനീത്, 2 മക്കൾ ലെവിനിയ, ലെവിലിൻ. ഞങ്ങൾ വരുന്നത് മരുതപ്പൻ പള്ളിയിൽ നിന്നാണ്. ഞാൻ BSc നേഴ്സാണ്. ഞാൻ നേഴ്സായിട്ട് കുവൈറ്റിൽ വർക്ക് ചെയ്തിരുന്നു. കോൺട്രാക്റ്റ് ആയതുകൊണ്ട് കോൺട്രാക്റ്റ് ഫിനിഷ് ആകുമ്പോൾ അവിടെ നിന്ന് പോരേണ്ടതായ ഒരു അവസ്ഥയുണ്ടായിരുന്നു. സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കോൺട്രാക്റ്റ് ഫിനിഷായതിനു ശേഷം OET ഒക്കെ എഴുതി UK പോവാം എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ നാട്ടിൽ റിസൈൻ ചെയ്ത് വരുമ്പോൾ ഒരു ഭവനം വേണം ആഗ്രഹമുണ്ട്. സാമ്പത്തികമായിട്ട് ഭവനം ചെയ്യാൻ കഴിയുമെന്നറിയില്ല. പക്ഷെ അമ്മ അവിടെ ഇടപെട്ട് ഇരിക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ ഹസ്ബൻഡ് ഫേസ്ബുക്കിൽ യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേട്ട്, എന്നിട്ട് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ്, നീ യൂട്യൂബിൽ കൃപാസനത്തെ പറ്റി സാക്ഷ്യങ്ങൾ കേൾക്ക്, നിനക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നീ അത് വെച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ അമ്മ അവിടെ അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ആ വിഷയങ്ങളെ ഓൺലൈനിൽ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ ഇടുക, ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയറിൽ റിക്വസ്റ്റ് വെക്കുക ചെയ്തു. അതിൽ അമ്മ എനിക്ക് ഞാൻ റിക്വസ്റ്റ് വെക്കുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ഒരു ഭവനത്തിന് വേണ്ടിയുള്ള
അറേഞ്ച് ചെയ്ത് തന്നു. പെട്ടെന്ന് എനിക്ക് ഒരു 13 സെൻറ്റ് സ്ഥലവും വീടും കൂടെ ചേർന്ന് ഒരു ഭവനം അമ്മ എനിക്ക് ആക്കി തന്നു. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി കരയറ്റുന്നു. കൂടാതെ ഞാൻ കോൺട്രാക്റ്റ് ഫിനിഷായി നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. നാട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ വന്ന് അമ്മയ്ക്ക് നന്ദി കരയറ്റി. ഞാൻ പറഞ്ഞു, അറിയാതെ ഒക്കെ എന്തൊക്കെയാണോ അമ്മയിൽ ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് അതൊക്കെ എനിക്ക് അമ്മ നടത്തി തന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയപ്പോൾ അമ്മ, ഞാൻ തീർത്ഥാടന ഉടമ്പടി ഇവിടെ എടുത്തു. 20 സെപ്റ്റംബർ 2025 24 തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും എടുത്തിട്ട് പോകുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിലൊരു ചെറിയ മുഴ വന്നു. ഞാൻ കൃപാസനത്തിൽ തൈലം തൂക്കുമ്പോൾ തൂത്ത് കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായി അത് ഇല്ലാതാവുകയാണ് ചെയ്യുകയുണ്ടായത്. കൂടാതെ ഞങ്ങൾ ഭവനം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കൂദാശ നടത്തി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ കിണറിനകത്ത് മണ്ണെണ്ണയുടെ സ്മെല്ലുണ്ടായി. ഞങ്ങളത് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റിന് കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് അത് കുഴപ്പമൊന്നുമില്ല എന്ന്. ഞാനത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്ന് അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം അത് ഞാൻ വിഷയം വെച്ചു. ഇവിടുത്തെ വെള്ളവും ഉപ്പും കൊണ്ടുവന്ന് അവിടുത്തെ കിണറ്റിൽ ഇടുകയും അടുത്ത ദിവസം തന്നെ അതിലെ ആ സ്മെല്ല് മാറി. ഞങ്ങൾക്ക് പിന്നെ അതിന് ശേഷം ഇതുവരെ ആ വെള്ളത്തിൽ അങ്ങനെ ഒരു സ്മെല്ലുണ്ടാവുകയുണ്ടായില്ല. കൂടാതെ ആ ദേശത്ത് ഞങ്ങൾ ചെന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തൊട്ട് വീടിൻ്റെ പരിസരത്തൊക്കെ ചെറിയ ചെറിയ ഒച്ചുകൾ, ആഫ്രിക്കൻ ഒച്ചുകളെന്ന് പറയാം, അത് വരികയുണ്ടായി. എല്ലാ ചെടികളും ഇതുമെല്ലാം നശിപ്പിക്കുകയായിരുന്നു വീട് പരിസരത്തും ഒക്കെ. അങ്ങനെ ഞാൻ ഈ കൃപാസനത്തിലെ ഉപ്പ് അവിടെ ഇടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇപ്പോൾ 3 വർഷമായിട്ട് വീടിന് ചുറ്റുമോ പരിസരത്തോ എങ്ങും ഈ ഒച്ചിൻ്റെ ഒരു ശല്യം ഉണ്ടാവുന്നില്ല. ദൈവത്തിന്, ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി കരയറ്റുന്നു. കൂടാതെ ഞാൻ OET എക്സാം കോൺട്രാക്റ്റ് ഫിനിഷായി കഴിഞ്ഞതിന് ശേഷം ഞാൻ OET എക്സാം എഴുതി. അപ്പോൾ എനിക്ക് C+ ഉണ്ടായിരുന്നുള്ളൂ. അത് UK പോകാൻ വേണ്ടി ആഗ്രഹിച്ചത്. ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് OET പഠിച്ച് എങ്ങോട്ടെങ്കിലും പോകണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വന്നു കഴിഞ്ഞ് അത് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡേറ്റ് എടുത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ന്യൂസ് പേപ്പറിൽ ഒഡേപ്പക്കിൽ നേഴ്സുമാരുടെ റിക്രൂട്ട്മെൻറ്റ് കണ്ടു. ഞാൻ ഓൾറെഡി OET C+ ഗ്രേഡ് ഉള്ളതുകൊണ്ട് ഞാൻ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്, ചിലപ്പോൾ നിനക്കത് പ്രയോജനമാകുന്ന അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്ലൈ ചെയ്തു. പിറ്റേ ദിവസമായിരുന്നു അതിൻ്റെ ഇൻ്റർവ്യൂ. ഞങ്ങളവിടെ പോയി. ഞാൻ ചെന്നപ്പോൾ അവർ എൻ്റെ C+ ആ സ്കോർ കണ്ടപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല, നിനക്ക് ആദ്യം തന്നെ കയറാം. ഞാൻ കയറി. എനിക്ക് കയറുമ്പോൾ എനിക്ക് തന്നിരുന്ന നമ്പർ 7 ആയിരുന്നു. അമ്മയുടെ കാശ് രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ വേറെ ഒന്നും പ്രിപ്പയർ ചെയ്തില്ല എക്സാമിന്. നേഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ച് ക്വസ്റ്റ്യൻസും അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് ചെന്നിരുന്നപ്പോൾ എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. അതൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു, ഓക്കെ, നീ സെലക്റ്റഡ് ആണ്, നീ ഈ കൊടേപ്പക്കിൻ്റെ ഇതിൽ നിനക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അതിൽ സെലക്ട് ആവുകയും ഞാൻ അതിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. അങ്ങനെ എന്നെ എറണാകുളത്ത് കച്ചേരിപ്പടി ലോസ് ആൻഡസിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞു. അവിടെ പഠിക്കാൻ കഴിഞ്ഞു. ഞാൻ അമ്മ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. കൂടാതെ ഞാൻ ജർമ്മൻ B1 A1 A2 ക്ലിയർ ചെയ്തു. എക്സാം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ഹസ്ബൻഡിന് ഫുഡ് പോയ്സൺ ഉണ്ടായി. ഞങ്ങൾ പ്രതിഷേധന പ്രാർത്ഥന രാവിലെ 5:00-ക്കും വൈകുന്നേരം 5:00-ക്കും ഉള്ള പ്രാർത്ഥന ഞങ്ങൾ ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ഹസ്ബൻഡിന് ഫുഡ് പോയ്സൺ ഉണ്ടായപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് എന്താ ചെയ്യുക, ഹോസ്പിറ്റലിൽ പോകണം, അഡ്മിറ്റായി. ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ച് ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റായപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറയുന്നു. ഡോക്ടർ ഓരോ ദിവസവും വന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ വാല്യൂ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അവർ ആൻറ്റിബയോട്ടിക് മാറ്റി വെച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. രാവിലെ അച്ഛൻ്റെ പ്രതിഷീകരണ പ്രാർത്ഥനയിൽ അച്ഛൻ പറയുകയുണ്ടായി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാൻ അതിലും വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. ഈശോയുടെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ആ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കൂടുകയും ഒരാഴ്ച കൊണ്ട് തന്നെ ഡിസ്ചാർജ് ആവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു.
കൂടാതെ ഞാൻ B2-ൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ B2 ഫസ്റ്റ് എക്സാം എഴുതിയപ്പോൾ ആദ്യം എനിക്ക് കുറച്ച് പ്രയാസമായിരുന്നു. ആദ്യം എല്ലാം അമ്മയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. B2 എക്സാം എഴുതുമ്പോൾ സ്പീക്കിങ്ങിന് എനിക്ക് നല്ല ടഫായിരുന്നു. പറയാൻ പറ്റുമോ ഇല്ലേ, ആകെ ടെൻഷനായിരുന്നു. എല്ലാം നല്ല ടെൻഷനുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരാളെ ഫേസ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ പറയുമെന്നുള്ള ടെൻഷനായിരുന്നു. അവിടെ ചെന്നിരുന്ന് സ്പീക്കിങ്ങിനിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ പാർട്ട്ണറായി എനിക്ക് കിട്ടിയിരുന്നത് എൻ്റെ റൂംമേറ്റിനെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് പറയാൻ കഴിഞ്ഞു, നല്ല മാർക്ക് മേടിക്കാൻ കഴിഞ്ഞു. അമ്മ അവിടെ എനിക്ക് ആ കുട്ടിയെ തന്നതിനും അമ്മ എനിക്ക് എൻ്റെ കൂടെ ഇരുന്നതിനും കോടാനുകോടി നന്ദി കരയറ്റുന്നു. കൂടാതെ എനിക്ക് ഞാൻ B2 ബാക്കി ലിസണിങ്, റീഡിങ്, റൈറ്റിങ് അതിലെനിക്ക് മാർക്ക് കുറഞ്ഞു. ഞാനത് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ എഴുതുമ്പോൾ എല്ലാം പഠിക്കേണ്ടതൊക്കെ പഠിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും എനിക്ക് ഡേറ്റ് വന്നു. എക്സാം എഴുതുമ്പോൾ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ കറക്റ്റായപ്പോൾ ഞാൻ വിചാരിച്ചു പാസ്സാവുമായിരിക്കുന്നു. അത് എനിക്കങ്ങ് റിസൾട്ട് വന്നപ്പം അതിനെനിക്ക് കിട്ടിയില്ല. അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല. പൂർണ്ണമായി ഞാനങ്ങ് തകർന്ന് ഒഡേപെക്കിലെ എക്സാം എഴുതുമ്പോൾ 3 അറ്റംപ്റ്റാണ് ഉള്ളത്. 3ാമത്തെ അറ്റംപ്റ്റും കൂടെ ഉള്ളൂ ഇനി ചാൻസ്. അത് എഴുതി ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ക്വസ്റ്റ്യനായി. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഇനി എഴുതാൻ പോകുന്നത് 3ാമത്തെ അറ്റംപ്റ്റ്. എന്തായാലും പാസ്സായേ മതിയാവൂ. പൂർണ്ണമായി ഞാൻ സമർപ്പിച്ചു. ഇവിടെ തീർത്ഥാടന ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ അത് വിഷയം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ എന്നെ ശക്തിപ്പെടുത്തി. ഞാനിവിടെ ജോസഫ് അച്ഛൻ്റെ അടുത്ത് നിന്ന് ബ്ലെസ്സിങ് വാങ്ങി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തു. കൂടുതലായി പ്രാർത്ഥിച്ചു, ബൈബിള് കൂടുതൽ വായിച്ചു, ജപമാല ചൊല്ലി, എല്ലാം പൂർണ്ണമായി ഞാൻ വിട്ടുകൊടുത്തു. എന്നെ പൂർണ്ണമായി സമർപ്പിച്ചു. ഞാൻ കുമ്പസരിച്ചു, കുർബാന സ്വീകരിച്ചു, ഡെയിലി കുർബാനയ്ക്ക് പോയി. പ്രാർത്ഥിക്കുന്നത് ഓരോ കാര്യങ്ങളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നെ പഠിപ്പിക്കാൻ വേണ്ടി എൻ്റെ കൂട്ടുകാരെ മാതാവ് എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നു. എന്നെ ഫോൺ വിളിച്ച് എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി എൻ്റെ മാതാവ് എനിക്ക് ഓരോ കൂട്ടുകാരെ തന്നു. അതിനായി കോടാനുകോടി നന്ദി കരയറ്റുന്നു. എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേ പൂർണ്ണമായും സമർപ്പിച്ച് കുമ്പസരിച്ച് ഞാൻ അവിടെ പോവുകയും പോകുമ്പോൾ കാശ് രൂപം കയ്യിലെടുത്ത് ഉപ്പ് ഞാൻ ഉപയോഗിച്ച് തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി യൂട്യൂബിലെ ധ്യാനങ്ങൾ കൂടി ഡെയിലി ബ്രെഡ് കൂടി എല്ലാം ചെയ്ത് ഞാൻ പോയി എക്സാം അറ്റൻഡ് ചെയ്തു. എൻ്റെ മാതാവ് എനിക്ക് ആദ്യം തൊട്ട് അവസാനം വരെയും എൻ്റെ കൂടെ എക്സാമിന് കൂടെ ഇരുന്നു. എല്ലാത്തിനും നല്ലപോലെ ആൻസർ ചെയ്യാൻ കഴിഞ്ഞു. എനിക്ക് നന്നായി എക്സാം എഴുതുവാനും നല്ല മാർക്ക് വാങ്ങുവാനും അമ്മ എന്നെ അനുഗ്രഹിച്ചു. ഞാൻ കൂടാതെ ഈ എക്സാമിന് വേണ്ടി ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, ആഗ്രഹിച്ചു. ഈ 2025 ഡിസംബറിനുള്ളിൽ എനിക്ക് എക്സാം ക്ലിയർ ചെയ്യണം. പക്ഷേ വിഷയം വെച്ച് ഞാൻ എഴുതി വെച്ചു 2025 ഡിസംബർ 22-ാം തീയതി എനിക്ക് 23-ാം തീയതി എനിക്ക് എക്സാം എഴുതണം, അത് ക്ലിയർ ചെയ്യണമെന്ന് ഞാൻ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. അമ്മ അങ്ങനെ ഇരിക്കുമ്പോൾ ഡിസംബർ 5-ാം തീയതി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോണ്ടിസ് വന്നു. അപ്പോൾ അത് കാരണം അവിടുന്ന് ഹോസ്റ്റൽ അടച്ചു, വീട്ടിൽ പോകാൻ പറഞ്ഞു. പിന്നെ ഇനി എന്ത് ചെയ്യും, എക്സാമിന് ഡേറ്റ് വരത്തില്ല, എക്സാം എഴുതാൻ പറ്റത്തില്ല. ഞാൻ വിഷയം വെച്ച് പ്രാർത്ഥിച്ചത് മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഇനി ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ എനിക്ക് എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്? എല്ലാം ആകെ സങ്കടമായിരുന്നു. ഞാൻ വിഷയം വെച്ച് പിന്നെയും പ്രാർത്ഥിച്ചു. അങ്ങനെ 16-ാം തീയതി രാവിലെ ഞാൻ പഠിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ വിഷയം വെച്ചത് അമ്മയോട് ഞാൻ പറഞ്ഞതാണ് എൻ്റെ കാര്യങ്ങൾ, എന്നിട്ട് എന്താ എനിക്ക് ഡേറ്റ് എടുക്കാൻ സമയം പോലും തരാതെ എനിക്ക് തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് മെസ്സേജ് വന്നിരിക്കുന്നു, നിങ്ങൾക്കൊരു എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്, ഡിസംബർ 22-ാം തീയതി നിങ്ങളുടെ എക്സാം ആണെന്ന്. ഞാനത് കണ്ട് ദൈവമേ, ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞു, അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടു, എൻ്റെ ആവശ്യം അമ്മ കണ്ടു. എന്തായാലും ഞാൻ എക്സാം എഴുതും, പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഞാൻ പാസ്സാവുമെന്ന് ഉറച്ച് വിശ്വസിച്ചു. ഞാൻ പോയി എക്സാം എഴുതി. നല്ലതുപോലെ എനിക്ക് എക്സാം എഴുതാൻ കഴിഞ്ഞു. അമ്മ എൻ്റെ കൂടെ ഇരുന്നു, നല്ല വിജയം തന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി കരയറ്റുന്നു.
ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം മേടിക്കുകയും ഓട്ടോ സ്റ്റാൻഡിലും പൊതുമേഖലാ സ്ഥലങ്ങളിലും അക്രൈസ്തവരായ ആൾക്കാർക്കും ഒക്കെ കൊണ്ടുവന്ന് പത്രം കൊടുക്കുകയും എനിക്ക് കിട്ടിയ അനുഭവങ്ങളും മറ്റുള്ളവർക്ക് കിട്ടിയ അനുഭവങ്ങളും ഒക്കെ ഞാൻ അവരോട് പറഞ്ഞ് പറയാറുണ്ട്. കൂടാതെ കാരുണ്യ പ്രവർത്തികളായിട്ട് സഹായം അഭ്യർത്ഥിച്ച് വരുന്നവർക്ക് എന്നെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. കൂടാതെ ആശുപത്രികളിലും പൊതിച്ചോറുകൾ കൊണ്ട് കൊടുക്കുവാനും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് കിട്ടുന്ന അമ്മയുടെ ലോക്കറ്റ് അങ്ങനെയൊക്കെ ആവശ്യമുള്ളവർക്ക് കൊണ്ട് കൊടുക്കാറുണ്ട്. എല്ലാ ദിവസവും തന്നെ കുർബാനയിൽ പങ്കെടുക്കാൻ ശ്രമിക്കും, പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. കുട്ടികളെ കൂടുതലായി വിശ്വാസത്തിൽ വളർത്തുവാൻ അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. കൂടാതെ എനിക്ക് മറ്റൊരു അനുഭവം ഉണ്ടായത്, ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് പീരീഡ്സ് ഇറഗുലർ ആയിരുന്നു. അപ്പം ഞാൻ ആ വിഷയം ഞാൻ ഒരു ഈവനിങ്ങിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജപമാല ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പേഴ്സണൽ പ്രെയറും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പേഴ്സണൽ പ്രെയറിൽ ഞാനിങ്ങനെ പറഞ്ഞു, അമ്മ എൻ്റെ പീരീഡ്സ് ഇറഗുലറാണ്, അമ്മ എനിക്ക് സൗഖ്യം തരണം, എനിക്ക് ഹോസ്പിറ്റലൊന്നും പോകണ്ട, അമ്മ എനിക്ക് സൗഖ്യം തന്നാൽ മതി, ഞാൻ എല്ലാ കാര്യവും അമ്മയോടാണ് പറയാറ്, എനിക്ക് സൗഖ്യം തരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മെഴുകുതിരി അങ്ങ് മാതാവിൻ്റെ രൂപത്തിലായി മാറി. അടുത്ത ദിവസം തന്നെ എനിക്കത് പീരീഡ്സ് ആവുകയാണ് ഉണ്ടായത്. പിന്നെ ഇതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. എല്ലാ ദിവസവും തന്നെ ഡെയിലി ബ്രെഡ് കാണാറുണ്ട്, അത് ഷെയർ ചെയ്യാറുണ്ട്. യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടാറുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ അമ്മയ്ക്കും ഈശോ. ആദ്യമായി കൃപാസനത്തിൽ ഈ സദസ്സിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം തന്ന അമ്മ മാതാവിനെ 1000 നന്ദി പറയാണ്. എൻ്റെ പേര് നീരജ് എന്നാണ്. ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. എൻ്റെ അമ്മയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. അമ്മയാണ് എനിക്ക് ഉടമ്പടി എടുക്കാൻ പ്രചോദനമായത്. തൃശ്ശൂരിലെ പാവർട്ടി എന്ന് പറഞ്ഞ ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തീർത്ഥകേന്ദ്രം കൂടിയാണ് പാവർട്ടി ഇടവക. അപ്പം ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ 22-ാം തീയതിയാണ്. ഞാനൊരു ഡോക്ടറാണ്. ഞാൻ പഠിച്ചതെല്ലാം തൃശ്ശൂരാണ്, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ. ഞാൻ എൻ്റെ MBBS കഴിഞ്ഞിട്ട് 2 വർഷമാകുന്നു. 2024 ഹൗസ് സർജൻസി കഴിഞ്ഞു. എല്ലാവരെയും പോലെ തന്നെ ഉപരിപഠനത്തിനായിട്ട് നാട്ടിലോ അല്ലെങ്കിൽ വിദേശത്തോ ഉള്ളൊരു പ്ലാനായിരുന്നു എനിക്കും. പിന്നെ ആദ്യമേ ഒരു കാര്യം പറയാം, ഡോക്ടറാവാൻ വലിയ ആഗ്രഹമൊന്നും ഇല്ലാതിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ എന്താ പറയുക, വീട്ടിൽ ചിക്കനായാലും മീറ്റായാലും വാങ്ങുമ്പോൾ അത് കണ്ടാൽ തലയിറങ്ങി വീങ്ങുന്ന മനുഷ്യനായിരുന്നു ഞാൻ. ഞാനാണ് ആദ്യമായി തന്നെ ഫസ്റ്റ് ഇയർ MBBS കയറി അനാട്ടമി ഹാളിൽ മനുഷ്യ ശരീരം ഗ്ലൗസൊന്നും ഇല്ലാണ്ട് ഡിസെക്ഷൻ ചെയ്യാൻ പഠിച്ചത്. ഒരു വട്ടം പോലും തലയിറങ്ങി വീണിട്ടില്ല. അതിനുശേഷം ഇതെല്ലാം ഒരു വട്ടം പോലും തോൽക്കാതെ പാസ്സായി. ഉപരിപഠനം ഞാൻ പ്ലാൻ ചെയ്തത് ഞാൻ വിദേശത്ത് പോകാനായിരുന്നു. കാരണം പഠിക്കുമ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം ചിലവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാണ്ട് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ തന്നെ വിദേശത്ത്, പ്രത്യേകിച്ച് UK NHS എന്ന് പറയും, അവിടെ അവരെന്നെ സ്പോൺസർ ചെയ്തിട്ട് ഉപരിപഠനം നടത്താനായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനായിട്ട് ഞാൻ അതിൻ്റെ എക്സാമിനെ പ്ലാബ് എന്ന് പറയും. അതിന് കുറേ ഘട്ടങ്ങളുണ്ട്. ആദ്യമായി തന്നെ നഴ്സുമാരൊക്കെ എഴുതുന്ന OET എക്സാം എഴുതി ക്ലിയറായി. പിന്നെ പ്ലാബിൻ്റെ ആദ്യഘട്ടമായ ഒരു MCQ എക്സാം എഴുതി. അതിനുശേഷം 2ാം ഘട്ടം അവിടെ മാഞ്ചസ്റ്ററിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യണമായിരുന്നു. അതൊരു OSCE എക്സാമാണ്. അപ്പോൾ ഞാൻ ആദ്യമായി തന്നെ ഇതിൻ്റെ എന്താ പറയുക പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 19-ാം തീയതി എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയി. പക്ഷേ അതിനൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ വിസ എനിക്ക് കിട്ടാൻ ഭയങ്കര ലേറ്റായി. ഞാനെൻ്റെ സുഹൃത്തും കൂടിയാണ് പോയത്. അപ്പോൾ എനിക്ക് വേണ്ടത്ര സമയം കിട്ടിയില്ല ഒരുങ്ങാനും. അതുപോലെ തന്നെ ഒരു ക്രിസ്തീയ കുടുംബമായ തന്നെ പ്രാർത്ഥനയിൽ നല്ല വിശ്വാസവും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഈ ഉടമ്പടി എടുത്തതിലുള്ള വ്യത്യാസം അത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഞാൻ എന്നും കുർബാനയ്ക്കൊന്നും പോയിരുന്നില്ല. ഞായറാഴ്ച കുർബാന അറ്റൻഡ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥനയിലൊക്കെ മുടങ്ങാണ്ട് അറ്റൻഡ് ചെയ്യുമായിരുന്നു, കുടുംബ പ്രാർത്ഥനയിലും മറ്റുള്ള കാര്യങ്ങളിലായാലും. പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ ജീസസ് യൂത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഹൗസ് ഏജൻസി ആയപ്പോൾ ഡ്യൂട്ടീസ് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ എനിക്ക് കുർബാനകളൊന്നും പരമാവധി അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. കൃത്യമായി 2 കുർബാന കണ്ടത് ഈസ്റ്ററിനും ക്രിസ്മസിനായിരുന്നു. അതെനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ പരീക്ഷയ്ക്ക് ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ മൂലം എനിക്ക് ആദ്യത്തെ ഘട്ടം എനിക്ക് ആ പരീക്ഷ ഞാൻ ഫെയിലായി. അതെനിക്ക് ഭയങ്കര സങ്കടമായി. എൻ്റെ മനോധൈര്യമൊക്കെ നഷ്ടപ്പെട്ടു. ആ ഇടയ്ക്ക് ഓഗസ്റ്റിൽ അമ്മ പോയി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് അമ്മയുടെ കൂടെ വരാൻ സാധിച്ചില്ല, ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നുകൊണ്ട്. അതും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അമ്മ എനിക്ക് തന്നൊരു ഉപദേശം, അതായത് ചെറുപ്പം തൊട്ട് അമ്മ പറയുമായിരുന്നു. എൻ്റെ അമ്മയും അപ്പച്ചനും അധ്യാപകരായിരുന്നു, 2 പേരും റിട്ടയറായി. അപ്പോൾ അമ്മ പറഞ്ഞിരുന്നൊരു കാര്യം, യേശുക്രിസ്തുവിനെ നോക്കുക. യേശുക്രിസ്തുവിന് എന്തായിരുന്നു, ദൈവപുത്രനാണെങ്കിലും 2 കാര്യങ്ങളാണ് പ്രധാനമായി ചെയ്തിരുന്നത്. മറ്റുള്ളവരെ പഠിപ്പിക്കുക, രോഗികളെ ശുശ്രൂഷിക്കുക. ഒരു ജോലി ഓൾറെഡി വീട്ടിലുണ്ട്, അപ്പോൾ 2ാമത്തെ ജോലി കണ്ട് എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറായി.
അത് കഴിഞ്ഞ് ഈ പരീക്ഷയുടെ ഫലം ഇങ്ങനെ ആയപ്പോൾ അമ്മ പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തു. എനിക്ക് ഉടമ്പടിയെ പറ്റി എന്താണെന്ന് അറിയില്ല. ഒന്നാമത് കൃപാസനം എന്താണെന്ന് കൃത്യമായിട്ട് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഡിസംബറിൽ വന്ന് ഒരുങ്ങി ഉടമ്പടി എടുത്തതിനിടയിൽ വലിയൊരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി. എന്നിട്ട് ഫിസിക്കലി ഓക്കെ ആയിരുന്നില്ല, എന്നാലും വന്ന് ഞാൻ എടുത്തു. ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ഒരു ചൈതന്യം എനിക്ക് എന്താണെന്ന് മനസ്സിലായി. അതോടൊപ്പം ജോസഫ് അച്ഛനെ നേരിട്ട് കണ്ട് അച്ഛൻ്റെ നിന്ന് അനുഗ്രഹം വാങ്ങിയതും എനിക്ക് ഭയങ്കര ഒരു ഉത്സാഹവും ഒരു എനർജിയും കിട്ടി. അതിൽ ഞാൻ ആദ്യമായി രണ്ടാമതൊന്നുകൂടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയി. പക്ഷേ ആദ്യമായിട്ടാണ് തണുപ്പുള്ളൊരു സ്ഥലത്തേക്ക് പോകുന്നത്, അതും നല്ല മഞ്ഞുറഞ്ഞിരിക്കുന്ന കാലാവസ്ഥയിലേക്ക്. അത് എനിക്ക് അലർജിയും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ്. എല്ലാം അമ്മ മാതാവിനെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോയി ധൈര്യമായിട്ട്. ജനുവരി 24 ഈ വർഷം ഞാൻ പരീക്ഷ അറ്റൻഡ് ചെയ്തിരുന്നു. നല്ല ടഫായിരുന്നു എക്സാം. എനിക്ക് എൻ്റെ കഴിവ് വെച്ച് പാസ്സാവില്ല എന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോഴും കേൾക്കുന്നൊരു കാര്യമുണ്ട്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതിൽ ഞാൻ ഉറച്ച് വിശ്വസിച്ചു. റിസൾട്ട് ഒരു 3 ആഴ്ച ആകുമ്പോഴേക്കും വന്നു. നല്ല മാർക്കോടെ തന്നെ പാസ്സായി. അമ്മ മാതാവിന് 1000 നന്ദി. ഞാൻ പ്രതീക്ഷയിൽ അപ്പോഴാണ് എനിക്ക് റിസൾട്ട് വന്നത്. പിന്നെ ഈ പരീക്ഷ പൊതുവേ ഭയങ്കര ടഫായിക്കൊണ്ടിരിക്കുകയാണ്. ആ രാജ്യത്ത് അവിടുത്തെ നാട്ടുകാരെ ഡോക്ടർമാരാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പിന്നെ എക്സാം നടത്തി അവർക്ക് കിട്ടുന്ന ഒരു ഫണ്ട് മുതൽ കൂട്ടാക്കിയിട്ടാണ് അവർ എക്സാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ എന്താ പറയുക, അതൊരു തടസ്സം വീഴാൻ നമ്മൾ ശ്രമിക്കില്ലല്ലോ. അപ്പോൾ ദൈവത്തിനെ, അതായത് അമ്മ വഴി ഈശോനെ കൂട്ടുപിടിച്ചപ്പോൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു. അതിപ്പോൾ നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടായാലും അമ്മമാരുടെ അടുത്തേക്കല്ല ആദ്യം പോവുക. അതേപോലെ തന്നെ അമ്മ മാതാവിൻ്റെ അടുത്ത് പോയി അമ്മ മാതാവ് എല്ലാ കാര്യങ്ങളും കൃത്യമായി നേടിത്തന്നു. ഇതോടൊപ്പം ഞാൻ പ്രേക്ഷിത വേല ചെയ്തിരുന്നത്, ഞാൻ പത്രം പറ്റാവുന്നതിലും അധികമായിട്ട് എൻ്റെ ഇടവകയിൽ കുറേ പേർക്ക് അറിയാം, കൃപാസനത്തിൽ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അടുത്ത് കുറച്ച് നീങ്ങിയിട്ടുള്ള ഇടവകളിൽ കൊണ്ടുപോയി കൊടുത്തു, ക്രൈസ്തവർക്ക് കൊടുത്തു. ആരും മുടക്കമൊന്നും പറഞ്ഞില്ല. അതാണ് എനിക്ക് അത്ഭുതമായത്. അതോടൊപ്പം തന്നെ എനിക്ക് പ്രൊഫഷൻ കയറുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പൊതുവേ ഈ പ്രൊഫഷൻ എടുക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, സയൻസാണ് ഇതിൻ്റെ എല്ലാം ബേസ്. സയൻസ് കൂടുതൽ പഠിപ്പ് മൂക്കുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം പതുക്കെ അങ്ങ് പോവും. സയൻസിനാണോ ദൈവത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നുള്ള സംശയം വരും. പക്ഷെ അതൊക്കെ എനിക്ക് കുറേയൊക്കെ തരണം ചെയ്യാൻ പറ്റി. പ്രാർത്ഥനകളിൽ എന്താ പറയുക, ആ കൃത്യമായി തന്നെ അത് പരിപാലിച്ച് പോയിരുന്നത് കൊണ്ട് സയൻസ് അല്ല ദൈവമാണ്. കാരണം മനുഷ്യ ശരീരത്തിലുള്ള ഓരോ എന്താ പറയുക ഭയങ്കര കോംപ്ലിക്കേറ്റുള്ള കാര്യങ്ങൾ എങ്ങനെ ദൈവം സൃഷ്ടിച്ചു. നമ്മൾ ബൈബിളിൽ ഉൽപ്പത്തിയിൽ പറയും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന്. അത് എളുപ്പമല്ല, ദൈവത്തിന് തന്നെ പറ്റുള്ളൂ. വേറൊരു ശക്തിക്ക് അത് ഉണ്ടാക്കാനൊന്നും പറ്റില്ല, വേറെ ശക്തി ഇല്ലയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചെങ്കിൽ മനുഷ്യൻ്റെ ഏത് ആഗ്രഹങ്ങളും ദൈവത്തിനോട് പറഞ്ഞാൽ ദൈവം സാധിച്ചു തരും. അതിൽ ഞാൻ ഉറച്ച് വിശ്വസിച്ചു. അതുമൂലം എനിക്ക് എക്സാം ക്ലിയർ ആവാൻ സാധിച്ചു. രണ്ടാമത് ഞാൻ കാരുണ്യപ്രവൃത്തികൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. എൻ്റെ പ്രൊഫഷനിൽ കുറേ കാരുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതല്ല അതിൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമാണെന്ന് എനിക്കറിയാം. അതിലുമായിട്ട് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ടൊരു വയോധികരെ നോക്കുന്നൊരു മന്ദിരമുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് അവരെ സഹായിക്കാനും ഡോക്ടർ എന്ന നിലയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. തുടർന്ന് ഇവിടുന്ന് പോയി തൃശ്ശൂർ എത്തിയതിന് ശേഷം ആ കാര്യങ്ങളിലേക്കും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ മുടക്കമൊന്നും വരുത്തിയിട്ടില്ല. കുർബാനയായാലും രാവിലത്തെ പ്രാർത്ഥനകളായാലും അതുപോലെ തന്നെ ബൈബിൾ വായനയായാലും പ്രേക്ഷിത വേലയായാലും കാരുണ്യപ്രവർത്തികൾ മാത്രം ചെയ്യാത്തത്. അപ്പോൾ അതും ഞാൻ തുടർന്ന് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും ഉടമ്പടിയിൽ നിന്ന് വ്യതിചലിച്ച് പഴയ ജീവിതത്തിലേക്ക് കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉടമ്പടിയിലേക്ക് കയറിയപ്പോൾ അമ്മ മാതാവ് തന്ന ധൈര്യവും വിശ്വാസം എന്താണെന്ന് എനിക്ക് വളരെയധികം ബോധ്യപ്പെട്ടു. എൻ്റെ പ്രൊഫഷനെ ഒരു തരത്തിലും ഞാൻ എന്താ പറയുക കുറച്ച് പറയല്ല, പക്ഷേ അവിടെ ഇരിക്കുന്ന ആളുടെ അപ്പുറത്തേക്ക് ഒരു പ്രൊഫഷനും ഇല്ല. അതെനിക്ക് ഉറപ്പായി കിട്ടിയ ഒരു കാര്യമാണ്. എൻ്റെ റിസൾട്ട് അതിന് സാക്ഷ്യമാണ്. അമ്മ മാതാവിനെ ഒരിക്കൽ കൂടി 1000 നന്ദി പറയാണ്. അമ്മയ്ക്ക് ഇതുപോലെ സാക്ഷ്യം പറയാനുണ്ട്. അമ്മയാണ് ഞാൻ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പം അമ്മയ്ക്ക് ഞാൻ മൈക്ക് കൈമാറാണ്. മകൻ സാക്ഷ്യം പറഞ്ഞു. ഞങ്ങൾക്ക് ഇവൻ മാത്രമാണ് മകനായിട്ടുള്ളത്. ഇവനെ ആത്മീയമായിട്ട് വളർത്തണം എന്നുള്ളത് വളരെ വലിയൊരു മോഹമാണ്. അത് ദൈവം നടത്തി തരുന്നതിന് 1000 നന്ദി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നൽകുകയാണ്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ 2024-25 വർഷം വളരെ സഹനത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. ഹസ്ബൻഡിന് ഓപ്പറേഷൻ വന്നു. എനിക്ക് 10 വർഷം മുൻപ് ഹാർട്ടിന് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് അതിന് ശേഷം വീണ്ടും ഹസ്ബൻഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ അവസരത്തിൽ തന്നെ എനിക്കും ഓപ്പറേഷൻ വന്നു. കുറച്ച് ഭീകരമായിരുന്നു. അന്നൊക്കെ ഞാൻ അവർ ഡെയിലി ബ്രെഡ് കൂടിയിരുന്നു ഡിസംബറിൽ. അതിൻ്റെ പുണ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എനിക്ക് 2025 മെയ് മാസത്തിലാണ് ഞാൻ പെൻഷൻ പറ്റിയത്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ഈ സഹനത്തിൻ്റെ കാലഘട്ടത്തിൽ പെൻഷൻ്റെ പേപ്പറുകൾ കൊടുക്കാനായിട്ട് വൈകി. ജൂണിലാണ് കൊടുത്തത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം 93-ലുണ്ടായിരുന്ന ഒരു രേഖ എനിക്ക് കിട്ടേണ്ടിയിരുന്നു. അത് ആലപ്പുഴ പുളിങ്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തെ സ്കൂളിൽ നിന്നാണ് ലഭിക്കേണ്ടിയിരുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് മുൻപുള്ളൊരു രേഖ സാധാരണ ഒരു സ്കൂളിൽ ലഭിക്കുക എന്നുള്ളത് ഉണ്ടാവില്ല. കാരണം ആ സ്കൂളിൻ്റെ ബിൽഡിങ് മാറി, ഓഫീസ് മാറി. മാത്രമല്ല ആലപ്പുഴ ഡി ഓഫീസ് തന്നെ മാറി. ഇപ്പം അത് മങ്കൊമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആലപ്പുഴ
ഈ പുളിങ്കുന്ന് സ്കൂളിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഓഫീസുകൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഈ രേഖകളൊക്കെ നഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെ എനിക്ക് കിട്ടേണ്ടുന്ന ഒരു രേഖ അമ്മ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം വഴിയായിട്ട് എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് വളരെ വലിയൊരു അത്ഭുതമാണ്. 33 വർഷം മുമ്പത്തെ ഒരു രേഖ ഒരു കേടും കൂടാതെ ലഭിച്ചു എന്നത്. ആ രേഖ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുത്തത് ആ രേഖ ലഭിച്ചതിന് ശേഷമാണ്. തുടർന്ന് അമ്മ മാതാവ് എൻ്റെ പെൻഷൻ കാര്യങ്ങൾ വളരെ വളരെ സ്പീഡാക്കി തന്നു. അങ്ങനെ എനിക്ക് ഡിസംബർ 3-ാം തീയതി പെൻഷൻ ലഭിക്കാനായിട്ട് ഇടവന്നു. പലതും നൂലാമാലകളിൽപ്പെട്ട് കിട്ടാൻ വിഷമിക്കുന്ന സന്ദർഭത്തിലെ അമ്മ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട്, പരിശുദ്ധമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചതാണ്. കൊന്ത ചൊല്ലുക എന്നുള്ളത്, 4 കൊന്ത ചൊല്ലുക എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തുടങ്ങി വെച്ചതാണ്. മകന് MBBS കിട്ടിയതും ഈ അവനെ കൊന്ത ചൊല്ലിക്കൊണ്ട് തന്നെയാണ്. ഫസ്റ്റ് ചാൻസിൽ ലഭിക്കാതെ ലഭിച്ചിരുന്ന MBBSൻ്റെ സീറ്റ് 4 കൊന്ത ചൊല്ലുക എന്നുള്ള ശീലത്തിലേക്ക് അവനെയും കൊണ്ടുവന്നിട്ടാണ് ഇത് ലഭിച്ചത്. അപ്പോൾ വളരെ കാലം മുമ്പ് തന്നെ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ളൊരു സംരക്ഷണം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയട്ടെ. ഞങ്ങളുടെ വീട്ടിൽ ആത്മീയമായിട്ട് വളരെ വലിയ മാറ്റമാണ് വന്നത്. ഇപ്പോൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാമെന്നുള്ളത് സന്തോഷമായിട്ടുള്ള കാര്യമാണ്. എന്നെ ടീച്ചേഴ്സ് കണ്ടാൽ പറയും, ടീച്ചർ എന്ത് എനർജറ്റിക്കായിട്ടാണ് ഇപ്പോൾ നടക്കുന്നതെന്ന്. കാരണം എനിക്ക് ആ ആത്മീയമായിട്ടുള്ള ചൈതന്യം ലഭിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവും, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. പ്രേക്ഷിത പ്രവർത്തനം മകൻ പറഞ്ഞതുപോലെ കൃപാസനം പത്രം ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളുടെ ഇടവകയിൽ മാത്രമല്ല, ക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്കൊക്കെ കൊടുക്കാറുണ്ട്. പ്രാർത്ഥനാപൂർവം തന്നെ കൊടുക്കാറുണ്ട്. വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് തന്നെയാണ് ഇത് അവർക്ക് കൈമാറാറുള്ളത്. കാരുണ്യ പ്രവർത്തികളുടെ കാര്യത്തിൽ കുറച്ച് ഈ പറഞ്ഞതുപോലെ പിന്നോക്കം വന്നിട്ടുണ്ട്. മുഴുവനല്ല, അതിൻ്റെ കുറവുകൾ ഞങ്ങൾക്കറിയാം. അപ്പോൾ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇനിയും മരണം വരെയും തലമുറകളോളം ഈ വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെട്ടു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മ മാതാവേ നന്ദി, യേശുവേ നന്ദി. പുണ്യ ദേവാലയത്തിൽ അമ്മ ദർശനം നൽകിയ ഈ പുണ്യ ദേവാലയത്തിൽ എൻ്റെ മകൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നത്. എൻ്റെ മകൾക്കൊരു +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്കൊരു അസുഖം വന്ന് ഛർദി, നിൽക്കാതെയുള്ള ഛർദി, ആഹാരം കഴിക്കുമ്പോൾ അവൾക്ക് ദഹിക്കാതെ ഛർദിയായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആശുപത്രി വഴിയും കൊണ്ടുപോകുമ്പം ഗുളിക തന്ന് വീട്ടിലേക്ക് വിടും. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് പരീക്ഷ എഴുതണം, അവൾ പരീക്ഷ എഴുതാതെ സാധിക്കുകയില്ല, അതുകൊണ്ട് അമ്മ മാതാവ് ഈ ഛർദി ഒന്ന് മാറ്റിക്കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. മാറ്റിക്കൊടുക്കുമ്പം ഞാൻ വന്ന് അമ്മ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് ഞാൻ പറഞ്ഞു. ആ സമയം കൊണ്ട് ഇവൾ +2 പരീക്ഷ ആനുവൽ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ഇവൾ ഛർദി കഴിഞ്ഞാണ്, തലേദിവസം രാത്രി ഛർദി കഴിഞ്ഞാണ് ഇവർ എക്സാം എഴുതാൻ പോകുന്നത്. ഞാൻ ആ സമയം കൊണ്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച അമ്മയോട്, എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിന് ഛർദിയോ ഒരു കുഴപ്പവും ഉണ്ടാകാതെ അവൾ പൂർണ്ണമായിട്ടും എക്സാം എഴുതി അവൾ വീട്ടിൽ തിരിച്ചു വരണം, ഒരു കുഴപ്പവും ഉണ്ടാകരുതെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. ആ സമയം അവളും പരീക്ഷ എഴുതി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കുഴപ്പമുണ്ടായില്ല അമ്മച്ചി എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അടുത്ത ആശുപത്രി ഞാൻ പറഞ്ഞു, മാതാവേ ഇനി ഞാൻ കൊണ്ടുപോകുന്ന ആശുപത്രി അവൾക്ക് പൂർണ്ണമായിട്ടും ഇത് മാറാനുള്ള ഇത് കൊടുക്കണേന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞപ്പം അതിനുള്ള അവസരം ഞാൻ മാതാവ് എനിക്ക് തന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി, അവളുടെ അസുഖത്തിന് വേണ്ടി ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അമ്മ തന്ന ഉപ്പും തൈലവും ഞാൻ അവൾക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ച് അത് അവളുടെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമായി. അവൾക്ക് ചെറുപ്പം തൊട്ടേ മൈഗ്രെയിൻ്റെ ഒരു അസുഖമുണ്ടായിരുന്നു, അവൾക്ക് തലവേദന. ആ തലവേദന ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ നെറ്റിയിൽ ഞാൻ ആ തൈലം എടുത്ത് കുരിശ് വരച്ച് 3 പ്രാവശ്യം കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ ഈ മൈഗ്രെയിൻ്റെ തലവേദന അവൾക്ക് കണ്ണട വെക്കാൻ ഇഷ്ടമില്ല, കണ്ണട വെക്കാതെ ഈ അമ്മ തന്നെ മാറ്റി തരണമെന്ന് ഞാൻ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയം അവൾക്ക് തലവേദന മാറിക്കിട്ടി. അത് കഴിഞ്ഞ് 2022 അവൾ നേഴ്സിങ്ങിന് പോകാനായിട്ട് ഒരുങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, മാനെ അമ്മച്ചിയുടെ ഒരു 5 പൈസ പോലുമില്ല, നീ എന്നെ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, എനിക്ക് നേഴ്സിങ്ങിന് എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നിനും പഠിക്കാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, അമ്മ ഒരു വഴി എനിക്ക് കാണിച്ചു തരണേ, എൻ്റെ കുഞ്ഞിന് ഈ നേഴ്സിങ്ങിനല്ലാതെ വേറെ ഒരു പഠിത്തത്തിനും പോകത്തില്ല, അവളെ കാണുകയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ചങ്ക് താർന്ന്, ദൈവമേ ഞാൻ എന്നെ ഈ കേൾക്കുന്നത്, അമ്മ തന്നെ ഒരു വഴി ഉണ്ടാക്കി തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ ഇരുന്ന 200 രൂപയായിട്ട് ഞാൻ പോയി, ഇവളെയും കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, ഞാനൊരു കടയിൽ ചെന്ന് ചോദിച്ച്, ചേട്ടാ ഞാൻ ചോദിക്കുന്ന ഒരു സാധനം എനിക്ക് തരാമോ, എന്താണെന്ന് ചോദിച്ചു.
എനിക്ക് 2 ബെഡ്ഷീറ്റ് തരണം എന്ന് പറഞ്ഞ്. അത് എന്നത്തിനെന്ന് വെച്ചാൽ എൻ്റെ കൊച്ചിന് നേഴ്സിങ്ങിന് പോകാനായിട്ടാണ് ഞാൻ ഓരോ സാധനങ്ങളും മേടിക്കാൻ ഇറങ്ങിയിട്ട് എൻ്റെ പൈസയൊന്നും ഇല്ലെന്ന് പറഞ്ഞ്. നേരെ ചേട്ടൻ പറഞ്ഞു, നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, നിനക്ക് ഞാൻ ഇത് തരാം. ഞാൻ പറഞ്ഞാൽ ഇതിവിടെ വെച്ചേരി, ഞാൻ വേറെ ഒരു കട വരെ പോയിട്ട് വരട്ടെന്ന് പറഞ്ഞ് ഞാൻ അടുത്തൊരു കടയിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവളെന്തിനാ എത്രയിലാണ് പഠിക്കണേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇവൾ +2 പഠിത്തം കഴിഞ്ഞ് അവൾക്ക് നേഴ്സിങ്ങിന് പോകാനാണ് ചേട്ടാന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് പറഞ്ഞ്, ഇവൾക്കുള്ള സാധനങ്ങളൊക്കെ നീ വാങ്ങിച്ചോ? ഇല്ല ചേട്ടാ, ഒന്നും വാങ്ങിച്ചില്ല, എല്ലാം മേടിക്കണം, എൻ്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞു. നീ ഒന്നും വിഷമിക്കേണ്ട, ഇവൾക്കുള്ള സാധനം ഞാൻ തന്നോളാം എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഒരു 100 വട്ടം എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അമ്മേനെ പ്രാർത്ഥിക്കുക, അമ്മേനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നീ എന്നെ ഒന്നും മിണ്ടാത്ത, ഇവൾക്ക് കണ്ട് വേണ്ട സാധനങ്ങളൊക്കെ എന്താണെന്ന് നീ എന്നാ ഒന്നും മിണ്ടാത്ത. അപ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ അമ്മയോടുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ ചേട്ടൻ ആദ്യം ഒരു ട്രോളി ബാഗ് എടുത്ത് വെച്ച് കഴിഞ്ഞ് ഇവൾക്ക് വേണ്ടുന്ന സർവ്വ സാധനങ്ങളും അതിനകത്താക്കി പാക്ക് ചെയ്ത് വെച്ചേച്ച് ഇവളോട് ചോദിച്ചു, നിനക്ക് വണ്ടിക്കൂലിക്കുള്ള പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം ഇവൾ ചിരിച്ചുകൊണ്ട് ഇവൾ മിണ്ടാതെ നിൽക്കുക. അതിനുള്ള പൈസ ഞാൻ ഇട്ട് തരാം, നീ ധൈര്യമായിട്ട് പോയി പഠിച്ചു വരാൻ പറഞ്ഞു. അത് വാങ്ങി തിരിച്ച് ഇറങ്ങി ഞാൻ വഴി നിൽക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേട്ടൻ്റെ കടയുടെ വാതിൽക്ക് നിൽക്കുമ്പോഴത്തേക്കും ഞാൻ ചുമ്മാ നോക്കിയപ്പം എന്നോട് നീ ഇങ്ങ് വരാൻ പറഞ്ഞ് ഞാൻ കയറി ചെന്ന്, നീ ഇന്ന ആളുടെ മകളല്ലേ, എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞേച്ച് ചോദിച്ചു. നീ ഇന്ന ആളുടെ അതെ, അന്നേരം മാസ്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നീ മാസ്ക് ഒന്ന് താത്തിക്കെന്ന് പറഞ്ഞ് ഞാൻ താത്തി. നേരത്തേക്ക് പറഞ്ഞു, ഇവൾ എത്രയിലാണ് പഠിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇവൾ +2 കഴിഞ്ഞ് ഇവൾ നേഴ്സിങ്ങിന് പോകാനാ ചേട്ടാന്ന് പറഞ്ഞു. ഇവൾക്ക് എന്താ ആവശ്യം എന്ന് ചോദിച്ചു. ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നതാന്ന് പറഞ്ഞു. നീ പൈസ ഒന്നും തരണ്ട, നിനക്കുള്ള ആവശ്യമുള്ള ഡ്രസ്സ് നീ എടുത്തോളാൻ പറഞ്ഞ്. അവിടുന്ന് ആവശ്യമുള്ള ഡ്രസ്സുകളൊക്കെ എടുത്ത് ഞങ്ങൾ പെട്ടിയായിട്ട് ഞങ്ങൾ വീട്ടിൽ പോകാനായിട്ട് ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ കയറി വീടിൻ്റെ അടുത്തൊരു ഇവിടെ സ്കൂളിൻ്റെ അടുത്ത് ഒരു കടയിൽ കയറി. ഇവർ സ്ഥിരം കയറുന്നതാണ്, നാരങ്ങ വെള്ളം കുടിക്കാൻ കയറുന്ന കടയിൽ. ആ ചേച്ചിയും പറഞ്ഞു, നീ എന്തിനു പോകാനായിട്ട് നിനക്ക് പ്ലാൻ? നേഴ്സിങ്ങിന് പോകാൻ. നിനക്കെല്ലാം മേടിച്ചോ? ഇല്ല ചേച്ചി, 2-3 ഡ്രസ്സും കൂടെ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ നീ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട, അത് ഞാൻ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പം ആ ചേച്ചി പറഞ്ഞു, നീ ഇന്ന കടയിലേക്ക് ചെല്ലും, ഞാൻ വിളിച്ചു പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും കൂടെ ആ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പം നിൻ്റെ ആവശ്യത്തിനുള്ള ഡ്രസ്സ് എടുത്തോളാൻ ആ കടയിലെ ചേട്ടനും പറഞ്ഞു. അങ്ങനെ എല്ലാം തന്ന് ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 3 ദിവസമുള്ളൂ എനിക്ക് എൻ്റെ കുഞ്ഞിനെ നേഴ്സിങ്ങിന് കൊണ്ടാക്കാൻ. അന്നേരം ഇവിടെ കൂട്ടുകാരെല്ലാവരും വിളിച്ച് പറഞ്ഞു, ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് രഹന ഒന്നും ചെയ്തില്ലേന്ന് ചോദിച്ചു. ഇല്ലടി എന്ന് പറഞ്ഞു. ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് കിട്ടി, എല്ലാം സന്തോഷത്തോടെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ എല്ലാം റെഡിയാക്കി. എല്ലാം റെഡിയായെന്ന് വിളിച്ച് പറഞ്ഞ് പിള്ളേരും അച്ഛനും അമ്മയും വരുന്നതിന് മുമ്പ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഞാനും എൻ്റെ മോളുമായിട്ട് എന്നിട്ട് വന്നു കഴിഞ്ഞ് ഞങ്ങളതിന് എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ട് ഞാൻ ലോൺ പാസ്സാക്കിയിട്ടാണ് എൻ്റെ കൊച്ചിനെ ഞാൻ പറഞ്ഞു വിട്ടത്. പക്ഷേ കൊച്ച് സർട്ടിഫിക്കറ്റുമായിട്ട് വന്ന് ബാങ്കിൽ നിന്ന് സാറ് പറഞ്ഞ് മോളെ ഒപ്പിടാൻ വിളിച്ചോണം എന്ന് പറഞ്ഞ്. ഞാൻ കൊച്ചവിടുത്തെ സർട്ടിഫിക്കറ്റായിട്ട് ബാങ്കിൽ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ലോണിന് കൊടുത്ത രേഖകളും ഒന്നുമില്ല. അന്നേരം ഞാൻ ചോദിച്ചു, സാറേ ഞാൻ മറ്റേ സാറ് ഇരുന്നപ്പോഴത്തേക്കാണല്ലോ ഞാൻ ഇവിടെ വന്ന് പാസ്സാക്കിയത്, എന്നാൽ നിങ്ങളുടെ രേഖകളൊന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ ആ സാറിനോട് ഉടനെ പറഞ്ഞു, സാറേ എന്നെ പിച്ചാത്തി എടുത്ത് ഞാൻ സ്വയം കുത്തിച്ചാകുന്ന അവസ്ഥയായ ഞാൻ ഈ കേൾക്കുന്നത്, എന്താ ഈ പറയുന്നത്? എന്നാലും ഈ കൊച്ചു പറഞ്ഞു, അമ്മച്ചി ഇനി ഞാൻ മരിച്ചാൽ മതി, ഇനി എനിക്ക് നേഴ്സിങ്ങിനും പോകണ്ട, ഒന്നും പോകണ്ട, എല്ലാം പോട്ടെ എന്ന് ഇവിടെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മാനെ ഇതിനൊരു പരിഹാരമുണ്ട്. ഞാൻ അവിടെ നിന്ന് അമ്മയോട് വിളിച്ച് പറഞ്ഞു, അമ്മേ ഇനി ഒരു വഴി എനിക്കില്ല, ഇനി ഞാനും എൻ്റെ മക്കളും പോയി ചത്താൽ മതി എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അന്നേരം എൻ്റെ അമ്മ മനസ്സിൽ തോന്നിച്ചു, നീ എന്തിനാ വിഷമിക്കുക, നീ നേരെ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് നീ വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. നിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തി തരാൻ ഞാനില്ലേ എന്നെൻ്റെ മനസ്സിൽ തോന്നിച്ചു. ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു, നമുക്ക് വീട്ടിൽ പോകാം, അതിനുള്ള വഴി നമുക്കുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ചോദിച്ചു, എന്ത് വഴിയാണ് അമ്മച്ചി എന്ന് പറഞ്ഞു. ഇവിടെ എൻ്റെ പുറകെ നടന്ന് പറയുക. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അമ്മച്ചിയോട് ചോദിച്ചു. എൻ്റെ അമ്മച്ചി വയ്യാതെ കിടക്കുക. അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഇന്നതാണല്ലോ സംഭവം എന്ന് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു, അതിനൊരു വഴിയുണ്ട് മാനേ എന്ന് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞ് വീടിൻ്റെ മുറ്റത്ത് നീങ്ങണം, താടിയെല്ലാം വെട്ടിയിട്ട് നീ ഫീസ് അടയ്ക്കാൻ പറഞ്ഞ് അതിനുള്ള വഴി എനിക്ക് തന്ന് അത് ഞാൻ അടച്ച്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 2ാമത്തെ വർഷത്തെ ഫീസ് എനിക്ക് അടയ്ക്കണം. അന്ന് ഞാൻ ഒരു വ്യക്തിയോട് ഇന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, സാറേ കൊച്ചിന് പരീക്ഷയാണ്, ഫീസ് അടയ്ക്കാതെ അവർ എക്സാം എഴുതിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ്. ഇനി ഒരാഴ്ചയും കൂടി ഉള്ളെന്ന് പറഞ്ഞു. ആ ചേച്ചി പൊക്കോ, ചേച്ചി അഡ്രസ്സും അവളുടെ ബാങ്കിൻ്റെ അക്കൗണ്ടിൻ്റെ നമ്പരും തന്നാൽ മതി, ഞാൻ അവിടെ അക്കൗണ്ടിലേക്ക് ഇട്ടോളാമെന്ന് പറഞ്ഞു.
പരീക്ഷ അപ്പം ഞാൻ ഇവിടെ എന്നോട് തെരുതെരെ വിളിച്ച് പറയുക, സാറ് തെരുതെരെ ചോദിക്കുക, അമ്മച്ചി ഫീസ് ചോദിക്കുക, അത് കാരണം എനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടമില്ല, ഞാനങ്ങ് തിരിച്ചു വരുവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാനേ നീ വരല്ലേ, സാറ് പൈസ ഇട്ട് തരും. ഞാൻ ചെന്ന് ചോദിച്ച ആൾ നിനക്ക് പൈസ ഇട്ട് തരും, നീ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞു. എക്സാമിൻ്റെ അന്നേ ദിവസം, ആ ദിവസം ഈ കൊച്ച് എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മച്ചി എനിക്ക് ഇന്ന് എക്സാം ഉണ്ട്, അതിന് ഹോൾ ടിക്കറ്റ് എല്ലാ പിള്ളേർക്കും കൊടുത്ത് എനിക്ക് മാത്രം തന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് ഞാൻ അവിടെ ഇന്ന് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കൊച്ചിന് എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ല, എല്ലാ പിള്ളേർക്കും കിട്ടി, അമ്മേ പൈസ ഇല്ലാതെ അവളെ എക്സാം എഴുതിക്കുകയെന്ന് പറഞ്ഞു. ആ പറഞ്ഞ നിമിഷം ഞാൻ ഫോൺ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നു, പറഞ്ഞ നിമിഷം കൊണ്ട് തന്നെ എൻ്റെ കൊച്ചിൻ്റെ അക്കൗണ്ടിലേക്ക് 1,07,000 രൂപ അവൾക്ക് അടയ്ക്കാനുള്ള ഫീസ്, 1,07,000 രൂപ അവൾക്ക് ഫീസ് കൊടുത്തു. എന്നെ അന്നേരം വിളിച്ചു പറഞ്ഞു, അമ്മച്ചി ഫീസ് വന്നമ്മച്ചി എന്ന് പറഞ്ഞു, എനിക്ക് പൈസ വന്നമ്മച്ചി എന്ന് പറഞ്ഞ് ഞാൻ ഈ ഇത് കൊണ്ട് കൊടുത്ത് ഹോൾ ടിക്കറ്റ് മേടിക്കാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ 1,000 നന്ദി അമ്മയ്ക്ക് പറഞ്ഞ് ഞാൻ ചങ്കെ കൈ വെച്ച് ഞാൻ അമ്മയോട് അമ്മേനെ സ്തുതിച്ച് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ കരഞ്ഞ് കമന്ന് കിടന്ന് ഞാൻ കരഞ്ഞ്. അത് കഴിഞ്ഞ് അവൾ എക്സാം എഴുതി പാസ്സായി. അവൾ അന്നേരം ഞാൻ പറഞ്ഞു, അമ്മേ എൻ്റെ കുഞ്ഞിനെ നല്ല മാർക്കോടുകൂടി ജയിപ്പിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സെക്കൻഡായിട്ട് അവൾ ജയിച്ച്, ഇപ്പോൾ സെക്കൻഡായിട്ട് അവൾ ജയിച്ച്, നല്ല മാർക്കോടുകൂടി തന്നെ അവൾ ജയിച്ച്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ പരീക്ഷയ്ക്ക് ഇതുപോലെ തന്നെ എനിക്ക് കൊച്ചിന് എക്സാം എഴുതാനെങ്കിൽ ഫീസ് വേണം. അതുപോലെ തന്നെ ഞാൻ ഒരു വ്യക്തിയോട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സാർ എന്നോട് പറഞ്ഞ്, ചേച്ചി പേടിക്കേണ്ട, അവൾ എക്സാം എഴുതും, ഒരു കുഴപ്പമില്ല, ചേച്ചി പേടിക്കേണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പരീക്ഷയുടെ 3 ദിവസം മുമ്പ് അവളുടെ അക്കൗണ്ടിലേക്ക് 1,10,000 രൂപ അവളുടെ അക്കൗണ്ടിൽ കയറിക്കുമ്പോൾ ഇവൾ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്മച്ചി ഈ എക്സാമിനും എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് പൈസ കയറി, എനിക്കൊരു സമാധാനമായി എന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതാൻ പോകുമെന്ന് പറഞ്ഞു. നീ പരീക്ഷ എഴുതിക്കോ. അമ്മച്ചി പറയും, എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് ഞാൻ മുട്ടുമേ എൻ്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കും. അതുപോലെ അന്ന് പണിയുള്ള ദിവസമാണെങ്കിൽ ഞാൻ കമ്പനിയിലാണ് പണിയുന്നത്. ഞാൻ കമ്പനി പോകുമ്പം എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും. എന്നോട് എന്ത് ചോദിച്ചാലും അതിനൊരു മറുപടി ഞാൻ കൊടുക്കത്തില്ല. എൻ്റെ മനസ്സ് മുഴുവൻ അമ്മയോടുള്ള പ്രാർത്ഥന, അമ്മയോട് യേശുവിനോടുള്ള പ്രാർത്ഥനയാണ്. ആ ദിവസം മുഴുവൻ എനിക്ക് അമ്മയോട് യേശുവിനോട് പ്രാർത്ഥന, എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ അമ്മയോട് പറയാം, അമ്മേ സഞ്ചാരി മാതാവേ, അമ്മ വേഗം ചെന്ന് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും കൂട്ടായിട്ട് ഓരോരുത്തർക്കും നല്ല ഉത്തരങ്ങൾക്ക് അവർക്ക് എഴുതാൻ സാധിക്കണേ, നല്ല ഉത്തരങ്ങളും അവരെ നല്ല ബുദ്ധി അവർക്ക് തെളിച്ചു കൊടുത്ത് നല്ല ഉത്തരങ്ങൾക്ക് അവർക്ക് കൊടുക്കണേ, അവർ നല്ല ഉത്തരങ്ങൾ മാത്രം അവർ പേപ്പറിൽ എഴുതാവുള്ളൂ, നല്ല മാർക്കോട് കൂടി ജയിക്കണേ. അവിടെ കൂടുതൽ പഠിച്ച എല്ലാ മക്കൾക്കും നല്ല പോലെ മാർക്ക് മേടിച്ച് ജയിക്കാൻ സാധിച്ചു. അവൾ എന്നോട് പറഞ്ഞു, അമ്മച്ചി നല്ല മാർക്കോട് കൂടി ഞങ്ങളെല്ലാവരും ജയിച്ച് ഞങ്ങൾ പാസ്സായ അമ്മച്ചി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ മാതാവിന് ഞാൻ 1,000 നന്ദി, യേശുവിനും എൻ്റെ അമ്മയ്ക്കും 1,000 നന്ദി ഞാൻ പറഞ്ഞു. ഇപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മയോട്. അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ മകളും, അവളും പഠിക്കുന്ന BSc നേഴ്സാണ്. അവൾ 3ാമത്തെ വർഷം, അവൾ ആദ്യത്തെ വർഷം പരീക്ഷ എഴുതുമ്പോൾ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയെ നല്ല മാർക്കോട് കൂടി അവളുടെ കൂടുതൽ പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും നല്ലപോലെ മാർക്ക് കിട്ടണേ, നല്ലതായിട്ട് ജയിക്കണേ. എൻ്റെ കുഞ്ഞിന് ഫസ്റ്റ് പരീക്ഷയ്ക്ക് ഡിസ്റ്റിങ്ഷൻ മാർക്ക് കിട്ടി. അവൾ BSc നേഴ്സിന് അവൾ പാസ്സായി. രണ്ടാമത്തെ പരീക്ഷയും റിസൾട്ട് വന്നപ്പം നല്ലപോലെ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു അവൾക്ക് മാർക്ക് കിട്ടി, അവൾ ജയിച്ച്. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ എപ്പോഴും അവരുടെ കയ്യിൽ ഞാൻ തൈലം കൊടുത്തു വിട്ടിട്ടുണ്ട്. എല്ലാ മക്കൾക്കും കൊടുക്കണം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഇതെല്ലാം ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾ പോകണമെന്ന്. അമ്മയുടെ കാശ് രൂപവും അമ്മയുടെ ഉപ്പും അമ്മയുടെ തൈലവും ഞാൻ കൊടുത്തു. അത് കൈ പിടിച്ചുകൊണ്ടാണ് അവർ എക്സാമിന് പോകുന്നത്. ആ എക്സാമിൽ അവർ ഒരിക്കലും പിന്നോക്കം നിൽക്കുകയായിരുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ട്, എനിക്ക് അമ്മയോട് നല്ല വിശ്വാസമുണ്ട്, എനിക്ക് നല്ല ഉറപ്പുമുണ്ട് അവർ ജയിക്കുന്നു. ഞാൻ അമ്മയോട്, ഇതാണ് എൻ്റെ സാക്ഷി, ഞാൻ അമ്മയോട് ഞാൻ ധ്യാനം കൂടുന്നു, ഞാൻ ഫോണിലൂടെ ഞാൻ എപ്പോഴും ഞാൻ പറയും, മാതാവേ എനിക്ക് ഓടിയൊന്നും വരാൻ പറ്റത്തില്ല, കാരണം ഒറ്റയ്ക്ക് ഞാൻ കഷ്ടപ്പെടുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്. ഞാൻ പറയും, എനിക്ക് പണിയാൻ മാത്രം വിധിയുള്ളോ മാതാവേ എന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ ഓടിപ്പോകുന്നത് ഞാൻ പണിയുന്ന സ്ഥലത്ത് വെച്ചാണ് എല്ലാ മക്കൾക്കും വേണ്ടി എൻ്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ ക്യാൻസർ രോഗികളെ ഞാൻ നോക്കാൻ പോകും. എന്നോട് പറഞ്ഞു, ചേച്ചി ഒരു ക്യാൻസർ രോഗിനെ നോക്കാൻ വരാമെന്ന് ചോദിച്ചു. ഞാൻ വരാം, ആർക്കും ഇഷ്ടമില്ല ക്യാൻസർ രോഗിനെ നോക്കാൻ, ചേച്ചിക്ക് പേടിയുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മകനെ എനിക്കൊരു പേടിയില്ല, കാരണം എനിക്ക് എന്താ രോഗം വരുന്നതെന്ന് എനിക്ക് സർവശക്തനായ ദൈവം യേശുനാഥന് മാത്രമേ അറിയാവുള്ളൂ. അത് കാരണം എനിക്കൊരു പേടിയില്ല, ഞാൻ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ രോഗികൾക്ക് ഞാൻ അവർക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കും. കാലും കൈയും വയ്യാത്തവർക്ക് ഞാൻ ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മയുടെ പത്രങ്ങൾ ഞാൻ വിതരണം ചെയ്യുന്ന ആശുപത്രികളിലും
ഞാൻ വീടുകളിലുമാണ്. ഞാൻ ആശുപത്രികളിൽ ചെന്ന് അവരോട് സംസാരിച്ച് കുറേ സമയം, രാവിലെ പോയാൽ ഞാൻ 6, 7 ആകുമ്പോഴേ ഞാൻ വീട്ടിൽ വരുള്ളൂ. എൻ്റെ അനുഭവ സാക്ഷ്യങ്ങളോടൊക്കെ ഞാൻ പങ്കുവെക്കുക. അവരോടൊക്കെ ഇന്ന പോലെ ഞാൻ എല്ലാവരോടും ഞാൻ പറയാം. എൻ്റെ അനുഭവങ്ങളെല്ലാം ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും. ഇനി നിങ്ങൾ അമ്മേനെ വിശ്വസിക്കണം, അമ്മ അതുപോലുള്ള അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ തന്നിട്ടുണ്ട്. യേശുനാഥനും അതുപോലെ തന്നെ. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരു ക്രിസ്ത്യാനി അമ്മച്ചിയുടെ അടുത്താണ് താമസം. അമ്മച്ചിയുടെ വീട്ടിൽ ഞങ്ങളെ കിടക്കാൻ വിളിക്കും. ആ അമ്മച്ചി എന്നോട് പറയും, നീ യേശുവിനെ പ്രാർത്ഥിച്ചാൽ മതി. എൻ്റെ ഇളയ ആങ്ങളെ ഒരു ബുദ്ധിമാന്യമുള്ളൊരു കുഞ്ഞായിരുന്നു. അവന് വർത്തമാനം പറയാത്ത കുഞ്ഞിന് വേണ്ടി നീ പ്രാർത്ഥിക്കും, നിനക്ക് തരുമെന്ന് പറഞ്ഞു. അടുത്തുള്ള പള്ളിയിൽ പോയി, കുരിശുപള്ളിയിൽ പോയി ഞാൻ അവന് വേണ്ടി മെഴുകുതിരി മേടിച്ച് കത്തിക്കുമായിരുന്നു. അവൻ ആയിന്ന് പോലും പറയാത്ത അവൻ നല്ലപോലെ വർത്തമാനം പറഞ്ഞ് നല്ലപോലെ സൂപ്പറായിട്ട് അവൻ പാട്ട് പാടുമായിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി ഏറ്റതിന് ശേഷം എല്ലാം ഇതുപോലെ ഓരോരുത്തർക്കും ഞാൻ അമ്മയുടെ അനുഗ്രഹങ്ങൾ, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ എല്ലാവർക്കും ഞാൻ പങ്കുവെച്ച് കൊടുക്കും. അതുപോലെ നിങ്ങളും ആകണം എന്ന് ഞാൻ. യേശു എനിക്ക് ഏറ്റവും വലിയ എനിക്ക് യേശു ആദ്യം ഒരു അനുഭവം, എൻ്റെ ചെറുപ്പപ്രായത്തിൽ എനിക്ക് അനുഗ്രഹം തന്നെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഈ ബുദ്ധി കുറവുള്ള ആങ്ങളയ്ക്ക് വേണ്ടിയിട്ട്, ഭയങ്കര വിശപ്പുള്ള ആങ്ങളയായിരുന്നു, അവന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചതെന്നു വെച്ചാൽ, ഞങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം അരിയില്ലായിരുന്നു വന്ന സമയത്ത് ഞാൻ കുടത്തിൽ കിടന്ന ഒരു അരിയിട്ട് കഞ്ഞി വെച്ചാൽ അതുപോലെ തന്നെ യേശു എനിക്ക് അനുഗ്രഹം തന്നു. എൻ്റെ കലം നിറച്ചെനിക്ക് ചോറും. ഈ മാതാവിന് ഈശോയ്ക്ക് നന്ദി ഞാൻ പറയുന്നു. മാതാവേ, ആദ്യം തന്നെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ലിൻഡ. ഞാൻ വരുന്നത് കായംകുളം സെൻറ്റ് ആൻഡ്രീസ് ഇടവകയിൽ നിന്നാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് 2024 ജനുവരി 12 തീയതിയാണ്. എൻ്റെ നിയോഗങ്ങൾ, എനിക്ക് എത്രയും പെട്ടെന്ന് ജർമ്മനിയിൽ പോകണം, ജർമ്മൻ ഭാഷ പഠിച്ച് പാസ്സാകണം. ആ സമയത്ത് എനിക്കുണ്ടായിരുന്ന മൈഗ്രെയിൻ അസുഖം മാറണം. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ലായിരുന്നു, വീടുണ്ട് പക്ഷേ അത് ഞങ്ങളുടെ പേരിലല്ലായിരുന്നു. ഇതൊക്കെയായിരുന്നു എൻ്റെ നിയോഗങ്ങൾ. എനിക്ക് 1-ാം ക്ലാസ് തൊട്ട് ഞാൻ കണ്ണാടി വെക്കുന്ന ഒരാളാണ്. എനിക്ക് മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു ചെറിയ പ്രായത്തിൽ ടാബ്ലറ്റ് എടുക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ 1-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ കണ്ണാടി വെച്ചു. കണ്ണാടി വെച്ച സമയത്ത് പിന്നെ കണ്ണാടി മാറ്റാൻ പറഞ്ഞു, ടാബ്ലറ്റ് ആക്കി. ഞാൻ ടാബ്ലറ്റ് കഴിക്കാൻ, സ്ഥിരം ടാബ്ലറ്റ് ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല, ഒത്തിരി സ്ട്രെസ് എടുക്കാൻ പറ്റത്തില്ല. ഈ ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോഴേ അത്യാവശ്യം സ്ട്രെസ്സാണ്. ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. ആ ടൈമിൽ നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാ ദിവസവും ഒരാഴ്ച ഉണ്ടെങ്കിൽ ഒരാഴ്ചയിൽ നമുക്ക് 6 ദിവസവും ക്ലാസ് ഉണ്ട്. എനിക്കതിനകത്ത് ഒരു 3 ദിവസമെങ്കിലും ഞാൻ വയ്യാതെ അവിടെ ഹോസ്റ്റലിൽ കിടക്കുമായിരിക്കും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ഹോസ്റ്റലിൽ എല്ലാവരും ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞ് ഉടമ്പടി എടുക്കാം, പ്രാർത്ഥിക്കാം, മാറും എന്നൊക്കെ പറയുന്ന കേട്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നു. ഞാൻ 2ാമത്തെ പുതുക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മൈഗ്രെയിൻ എന്നുള്ള തലവേദന, അത് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല എന്തോരം വേദന അനുഭവിക്കുന്നതെന്ന്. അതെനിക്ക് മാറ്റി തന്ന എൻ്റെ അമ്മ മാതാവ്. ഞാൻ സ്ഥിരം തൈലം നെറ്റിയിൽ കുരിശ് വരയ്ക്കുമായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥന കഴിഞ്ഞിട്ട് തൈലം നെറ്റിയിൽ കുരിശ് വരയ്ക്കും, ഉപ്പ് കഴിക്കുമായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായി 2ാമത്തെ പുതുക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ മാതാവ് എൻ്റെ മൈഗ്രെയിൻ അസുഖം മാറ്റി തന്നു. അത് കഴിഞ്ഞ് എക്സാം എഴുതാൻ തുടങ്ങി. ജർമ്മൻ്റെ എക്സാം എഴുതി. ഫസ്റ്റ് അറ്റംപ്റ്റ് ഞങ്ങളെല്ലാവരും പോയി എഴുതി. ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ തന്നെ വീട്ടിൽ പറഞ്ഞു ജർമ്മൻ നിർത്താം, നമുക്കിനി വേറെ എന്തെങ്കിലും കോഴ്സ് നോക്കാം, വേണ്ട ഇതിൻ്റെ പുറകിന് പോകണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒരു വട്ടം കൂടെ ഒന്ന് എഴുതി നോക്കാം എന്ന് പറഞ്ഞ് ബുക്കിംഗ് എടുത്ത്, ട്രിവാൻഡ്രത്തായിരുന്നു ബുക്കിംഗ് എടുത്തത്. ഞാൻ എഴുതി. സ്പ്രെഹൻ എന്ന് പറയുമ്പോൾ സ്പീക്കിംഗ്, ഹിയറിംഗ് എന്ന് പറയുമ്പോൾ ഹ്യോറൻ, ഈ 2 എണ്ണമാണ് ഞാൻ എഴുതിയത്. ഏറ്റവും പാടുള്ളതാണ് സ്പീക്കിംഗ്. അത് തന്നെ എനിക്ക് അമ്മ മാതാവ് നല്ല മാർക്കോടെ എന്നെ അത് 2ഉം പാസ്സാക്കി തന്നു. അത് പാസ്സാക്കി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടുന്നില്ല. ഡേറ്റ് കിട്ടാതായപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ, എനിക്ക് വയ്യിനി, ഇന്നെ 2 എണ്ണം പാസ്സാക്കി തന്നില്ലേ, ബാക്കിയും കൂടെ ഒന്ന് പാസ്സാകാൻ വേണ്ടി എനിക്ക് ഡേറ്റ് എടുക്കാൻ ഒരു അവസരം താന്ന് പറഞ്ഞ് ഞാൻ കുറേ കരഞ്ഞ് പ്രാർത്ഥിച്ച്. എൻ്റെ അമ്മയാണെങ്കിൽ പ്രാർത്ഥനകൾ മുടക്കാറില്ല. ഞാൻ എന്നിട്ടും കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥനകളെല്ലാം മുടക്കിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ എന്തോ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് എന്താ അമ്മ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ കുറേ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ അപ്പം പറയും എൻ്റെ കാര്യങ്ങളെല്ലാം അവസാനമായാലും ഭംഗിയായിട്ട് നടക്കുമെന്ന്. അതെനിക്ക് ഇപ്പോഴാണ് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായത്. എൻ്റെ കാര്യങ്ങളെല്ലാം അവസാന നിമിഷമാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ 1 വർഷത്തോളം ഗ്യാപ്പ് എടുത്തു. എനിക്ക് ടീച്ചറാകണമെന്നായിരുന്നു പണ്ടൊക്കെ ആഗ്രഹം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ടീച്ചറാവണമെന്നുള്ള ആഗ്രഹവും നടന്നില്ല. ജർമ്മൻ പഠിച്ച് ജർമ്മനി പോകുന്നുള്ള ആഗ്രഹവും ഇപ്പം നടന്നില്ല. ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ് ഒരു കാര്യം ചെയ്യ്, ജർമ്മൻ ട്യൂട്ടറായിട്ട് കയറ്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഇൻ്റർവ്യൂ അയച്ച് ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ തന്നെ എനിക്ക് കിട്ടി.
ഞാൻ ഒരു 1.5 വർഷമായിട്ട് ജർമ്മൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോയി ഞാൻ എക്സാം എഴുതി, 2 അടുത്ത് അടുപ്പിച്ച് ഡേറ്റ് എടുത്ത് എഴുതി. അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ പാസ്സായി. ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം എൻ്റെ അമ്മ കൂടെ വരും. ഞാൻ എവിടെ എക്സാമിന് പോയാലും എൻ്റെ അമ്മ എൻ്റെ കൂടെ വരുമായിരുന്നു. അമ്മ വരുന്നിട്ട് തൈലം വെച്ച് നെറ്റിയിൽ കുരിശ് വരച്ച് ഉപ്പ് വെച്ച് കുരിശിട്ടിട്ടായിരിക്കും ഞാൻ എക്സാം ഹോളിൽ കയറാൻ പോകുന്നത്. അതുപോലെ ഞാൻ പോയി എല്ലാ എക്സാമുകളും പാസ്സായി. ലാസ്റ്റ് കൊൽക്കത്തയിൽ എക്സാമിന് പോയത്. എക്സാമിന് പോകുന്നതിന് മുന്നേ അന്ന് ദിവസം രാവിലെ ഞങ്ങളുടെ ടിക്കറ്റ് ഞങ്ങൾ റിസർവ് ചെയ്ത ടിക്കറ്റ് ക്യാൻസലായി. ഇനി എന്ത് ചെയ്യും, എങ്ങനെ പോകുമെന്ന് ആലോചിച്ചിരുന്നപ്പോൾ അമ്മ പറഞ്ഞ് നമുക്ക് പോവാം, എക്സാം അല്ലേ, ഒരെണ്ണം കൂടെ അല്ലേ കിട്ടാവുള്ളൂ, നമുക്ക് പോവാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ലോക്കലിൽ കയറി. കൊൽക്കത്ത വരെ ലോക്കലിൽ സീറ്റ് പോലും ഇല്ല. ബംഗാളികളുടെ ഇടയ്ക്ക് അവർ എങ്ങനെയായിരിക്കുന്നതൊക്കെ അറിയാമല്ലോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അത്രയും സഫർ ചെയ്ത് ആ സീറ്റിൽ നിന്നൊന്നും എണ്ണിക്കുക പോലും ചെയ്യാതെ അവിടെ ഇരുന്ന് ഞങ്ങൾ 2 ദിവസം ട്രെയിനിൽ ഇരുന്ന് എത്തിക്കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞ്, മോളെ നീ ഇത്രയും കഷ്ടപ്പെട്ടില്ലേ, മാതാവ് കാണാതിരിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ എക്സാം എഴുതി ഒരു 3-4 ദിവസത്തിനകത്ത് റിസൾട്ട് വന്ന് അതും പാസ്സായി കഴിഞ്ഞ ഉടനെ പ്രോസസ്സിങ്ങിന് കൊടുത്തപ്പോഴത്തേക്കും ഓക്കെ ആയിട്ടെല്ലാം പ്രോസസ്സിങ് നടന്നു. എനിക്ക് കോൺട്രാക്റ്റ് വന്നു. ഒക്ടോബർ 1 ക്ലാസ് എന്ന് പറഞ്ഞ കോൺട്രാക്റ്റ് വന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഓക്കെ, ഒക്ടോബർ 1 പോവുകയാണ്, ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ട്രിവാൻഡ്രത്ത് വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ആ ആക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പാളയം പള്ളിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാനിങ്ങനെ വണ്ടിയിൽ സൈഡിൽ കൂടെ പോകുന്നു. ഇപ്പുറത്തൊരു വണ്ടി ഓവർ സ്പീഡിൽ ഓവർടേക്ക് ചെയ്ത് വന്ന് ഞങ്ങളുടെ വണ്ടിയിൽ ഇടിച്ച്. എനിക്ക് ഹെൽമെറ്റ് ഇല്ലായിരുന്നു. ഞാൻ തെറിച്ച് വീണത് ഒരു KSRTCയുടെ ഫ്രണ്ടിലാണ് തെറിച്ച് വീണപ്പോഴത്തേക്കും ബാക്കിയുള്ളവർ കണ്ടു നിന്നവരെല്ലാം പിന്നെ വന്ന് പറയുന്നത് ഈ കൊച്ചിന് എന്തോ ഭാഗ്യമുണ്ട്, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. എൻ്റെ തല പൊട്ടി ചെറിയൊരു 4-3 സ്റ്റിച്ചൊക്കെ ഉള്ളായിരുന്നു. പിന്നെ എൻ്റെ മുട്ട് നന്നായിട്ട് പോയി. ആ മുട്ടിൽ മൊത്തം സ്റ്റിച്ചും ഉപ്പൂറ്റിയിൽ സ്റ്റിച്ചുമായിരുന്നു. എന്നെ ട്രിവാൻഡ്രത്തു നിന്ന് എൻ്റെ വീട്ടിലോട്ട് കായംകുളത്ത് കൊണ്ടുവന്ന ആംബുലൻസിലായിരുന്നു കൊണ്ടുവന്നത്. വെളുപ്പിന് 2 മണിക്ക് എന്നെ ആംബുലൻസിൽ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നേ. അത് കഴിഞ്ഞ് എന്നെ ഡ്രസ്സിങ്ങിനെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ആംബുലൻസിലായിരുന്നു. എൻ്റെ ഒരു കാല് മൊത്തം കെട്ടി പ്ലാസ്റ്റർ ഇട്ട് വെച്ചേക്കുമായിരുന്നു. കാല് അനക്കാൻ വയ്യാതെ അങ്ങനത്തെ ഒരു രീതിയിലിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഈ പോക്ക് നടക്കത്തില്ല. പക്ഷേ ദൈവം അവിടെ എന്തോ പ്രവർത്തിച്ച് ആ കോൺട്രാക്റ്റ് ക്യാൻസലായിപ്പോയി. എനിക്ക് VFSന് ഡേറ്റ് കിട്ടാതെ ക്യാൻസലായിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ആക്സിഡൻ്റ് ആയതുകൊണ്ട് മാതാവ് തന്നെ ഇത് മാറ്റി തന്നെയായിരിക്കും, ഇതിലും നല്ലത് തരും. അത് കഴിഞ്ഞ് പിന്നെ ആക്സിഡൻറ്റിൽ നിന്നെല്ലാം ഓക്കെ ആയി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും പ്രോസസ്സിങ്ങിന് വെച്ചു. എല്ലാ കാര്യങ്ങളും ശരിയായി. വിസ എനിക്ക് വന്നത് 43-ാമത്തെ ദിവസമാണ്. വിസ വരുന്നുണ്ട് 45 ദിവസത്തിന് മുന്നേ വിസ ഉണ്ട്. എനിക്ക് അതും ഏറ്റവും അവസാനം അമ്മ തന്നത്. പക്ഷെ അമ്മ തന്ന ഏറ്റവും നല്ലൊരു സ്ഥലത്തേക്ക് എനിക്ക് തന്നതും എല്ലാവരെയൊക്കെ കൂടുതൽ സ്റ്റൈഫൻഡിലാണ് ഞാനിപ്പോൾ പോകാൻ പോകുന്നത്. 43-ാമത്തെ ദിവസം എനിക്ക് വിസ വന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഞാൻ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലോൺ എനിക്ക് കിട്ടിയില്ല. കിട്ടാതായപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്, എനിക്ക് വയ്യ ഇനിയും ഒന്നിൻ്റെയും പുറകിന് കിടന്ന് ഓടാൻ, ഞാൻ ജർമ്മൻ ഡ്രോപ്പ് ചെയ്യുമോ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, ഡ്രോപ്പ് ചെയ്യേണ്ട, നമുക്ക് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കാം. എന്നിട്ട് അമ്മ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിളിച്ചത് 17-ാം തീയതി എനിക്ക് എൻ്റെ ജർമ്മനിയിലെ കോളേജിലോട്ട് 1 ലക്ഷം രൂപ അടയ്ക്കണം. എൻ്റെ കയ്യിൽ പൈസ ഇല്ല. 15-ാം തീയതി എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ലോണിൻ്റെ പേപ്പേഴ്സായിട്ട് 17-ാം തീയതി വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു 17-ാം തീയതിയാണ് എനിക്ക് അടയ്ക്കേണ്ടത്. അപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, രാവിലെ വാ, നമുക്ക് ലോൺ ശരിയാക്കാം. രാവിലെ ഞാൻ അവിടെ ചെന്ന് പേപ്പർ സൈൻ ചെയ്ത് ഒരു 20 മിനിറ്റിനകത്ത് എനിക്ക് ലോൺ അപ്രൂവായി. എൻ്റെ അക്കൗണ്ടിൽ പൈസ കയറി. അതെനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ എൻ്റെ അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ടിക്കറ്റ് എടുത്തു. ഞാൻ ഞായറാഴ്ച ജർമ്മനിക്ക് പോവുകയാണ്. അത് തന്നെ അമ്മയുടെ അനുഗ്രഹത്താലാണ് ഞാൻ പോകുന്നത്. എനിക്ക് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അമ്മ മാതാവ് ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം നടന്നത്. 18-20 വർഷം കൊണ്ട് ഞങ്ങളൊരു വീട്ടിൽ താമസിക്കും. ഒരു 50-60 വർഷമുള്ള ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ആ വീട് ഞങ്ങളുടെ പേരിലല്ലായിരുന്നു, നമ്മൾ ലോൺ എടുത്ത് വാങ്ങിച്ച വീടാണ്. അതിന് ഇത്രയും 20 വർഷം കൊണ്ട് നമ്മൾ ലോൺ അടച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് നമുക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. എൻ്റെ അമ്മ ഇവിടെ വന്ന് പറഞ്ഞു എനിക്ക് എൻ്റെ പേരിൽ ഒരു വീട് വേണം, എനിക്കൊരു വീട് താ മാതാവേ എന്ന് പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ പൈസയൊക്കെ റെഡിയാക്കി ആ വീട് നമ്മുടെ പേരിൽ വാങ്ങിച്ച് അത് കഴിഞ്ഞ് ഇപ്പോൾ ആ വീടിൻ്റെ റെനോവേഷൻ വർക്കെല്ലാം ചെയ്ത് അടിപൊളിയാക്കി ആ വീട്. എല്ലാ അമ്മ മാതാവിൻ്റെ ഐശ്വര്യം കൊണ്ടാണ് നടന്നത്. കാരുണ്യ പ്രവർത്തികളാണ് ഞാൻ ചെയ്യുന്നത്. കൃപാസനത്തിലെ പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു, രോഗികളായിട്ടുള്ളവരെ സന്ദർശിക്കുമായിരുന്നു. എൻ്റെ അമ്മയും ഞാനും കൂടെ പൊതിച്ചോറുണ്ടാക്കി എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു.
അങ്ങനെ എല്ലാത്തിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളാണ് ഇതെല്ലാം. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഈ പുണ്യഭൂമിയിലേക്ക് എനിക്ക് വരാനും ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനും എന്നെ അമ്മയും തിരുക്കുമാരനും അനുവദിച്ചതിനെ ഓർത്ത് ഞാൻ അമ്മയ്ക്ക് കോടാനും കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സാലി ബാബു, കാണക്കാരിലാണ് എൻ്റെ വീട്. ഞാൻ UK-യിൽ 15 വർഷമായിട്ട് താമസിക്കുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് ബാബു ലൂക്കോസ്. ഈ കൃപാസനത്തെക്കുറിച്ച് ഞാൻ ആദ്യമായി അറിയുന്നത് എൻ്റെ കൂട്ടുകാരി ശ്യാമ എനിക്ക് ഇവിടുത്തെ ഒരു കൃപാസനം പത്രം കൊണ്ടുവന്ന് തന്നു. അപ്പോൾ തന്നെ ഞാൻ ഓൺലൈൻ പ്രയർ റിക്വസ്റ്റ് ഇടുകയും പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു. കാരണം എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. 12 വർഷമായിട്ട് ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു. ഞാൻ സ്റ്റുഡൻറ്റ് വിസയിലാണ് പോയത്. 9 വർഷമായിട്ട് ഞങ്ങൾക്ക് വിസ ഇല്ലായിരുന്നു. വിസ ഓരോ ആപ്ലിക്കേഷൻ ഇടുന്നതും അത് റിജക്ഷൻ വന്നുകൊണ്ടേയിരുന്നു. പിന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം 2025 ഓഗസ്റ്റ് 6 ഫാദർ ജോസഫ് എയിൽസ്ഫോർഡ് കെൻറ്റിൽ ഒരു റിട്രീറ്റ് നടത്തി. അപ്പോൾ ഞാനും 2 കുട്ടികളും പോയി അവിടെ ഉടമ്പടി എടുക്കുവാൻ ഇടയായി. ആ ഉടമ്പടി എടുത്ത് ഞാൻ 6 നിയോഗം വെച്ചതിൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നിയോഗം എനിക്ക് സാധിച്ചു കിട്ടി. 2 മാസത്തിനുള്ളിൽ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച അതേ ഡേറ്റിൽ തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് അത് സാധിച്ചു തന്നു. ഒക്ടോബർ 13 ഫാത്തിമ മാതാവിൻ്റെ അപ്പാരിഷൻ ഡേയിലാണ് ഞാൻ ഒരു ഡേറ്റ് ഇട്ടത്. എനിക്ക് വിസ തന്ന് എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന്. അതേ ഡേറ്റിൽ തന്നെ എനിക്ക് വിസ അടിക്കുകയും എനിക്ക് വിസ അപ്രൂവായി കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ ആ വിസ അടിച്ചതിൽ തന്നെ എനിക്ക് ഫുൾ ഗവൺമെൻറ് സപ്പോർട്ടോടു കൂടിയുള്ള എല്ലാ ബെനിഫിറ്റോടും കൂടിയാണ് എനിക്ക് വിസ കിട്ടിയത്. അങ്ങനെ ഒരു ഇന്നേ വരെ UK-യിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത്. വീണ്ടും ഞങ്ങൾക്ക് വീടിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. ഞാനൊരു ഹോം കെയർ ചെയ്യുകയായിരുന്നു. ആ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് മൂവ് ചെയ്യേണ്ടതായിട്ട് വന്നു. കോർട്ട് ഓർഡർ കിട്ടി. പക്ഷേ എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ജോസഫച്ചൻ വന്നപ്പോൾ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പലവട്ടം ശ്രമിച്ചെങ്കിലും എനിക്ക് ജോസഫച്ചനെ കാണാനും എൻ്റെ ഈ പ്രശ്നം പറയുവാനും എനിക്ക് സാധിച്ചില്ല. പിന്നെ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഒക്ടോബർ 27 എനിക്ക് അവിടെ നിന്നും പോകേണ്ടിയിരുന്നത്. ഞാൻ ഒക്ടോബർ 25 ഡേറ്റ് ഇട്ടു. അതേ ഡേറ്റിൽ തന്നെ എനിക്ക് അമ്മ മാതാവ് വീട് അപ്രൂവ് ചെയ്തു തന്നു. കൗൺസിൽ ഫ്ലാറ്റ് 4 ബെഡ്റൂമിൻ്റെ ഹൗസ്. അങ്ങനെ പറഞ്ഞ ഡേറ്റിൽ ഒക്ടോബർ 27 4 മണിക്കാണ് ഞാൻ അവിടെ നിന്ന് മൂവ് ചെയ്യേണ്ടത്. പക്ഷേ എനിക്ക് രാവിലെ 8 മണിക്ക് തന്നെ അവർ തന്നെ വണ്ടി അറേഞ്ച് ചെയ്ത് അവരുടെ ചിലവിൽ എന്നെ പുതിയ സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിച്ചു. അതും നല്ല സൗകര്യമുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് എല്ലാം അടുത്തുള്ള ട്രാൻസ്പോർട്ട് സൗകര്യമുള്ള ചർച്ച് വിതിൻ 5 മിനിറ്റിൽ എനിക്ക് ചർച്ചിൽ പോകാൻ പറ്റിയ ഒരു കത്തീഡ്രൽ പോലെയുള്ള ഒരു ചർച്ച് അടുത്ത് അത്രയും സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്കാണ് എനിക്ക് പുതിയ അക്കോമഡേഷൻ കിട്ടിയത്. ഞങ്ങളുടെ യാത്ര ഉടനീളം മഴവില്ല് ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കത് കാണാൻ പറ്റുമായിരുന്നു. അത് ഞങ്ങളെ അതിശയപ്പെടുത്തി. ഇത് ഞങ്ങൾക്ക് അമ്മ മാതാവ് തരുന്ന വീടാണെന്ന് അപ്പോൾ തന്നെ ഞങ്ങൾ സ്ഥിരീകരിച്ചു. പിന്നെ ഞങ്ങളുടെ ഒരു ഡോക്യുമെൻറ്റ്സ് നഷ്ടപ്പെട്ടിരുന്നു. അത് 12 വർഷമായിട്ട് ഞങ്ങളുടെ ലോക്കറിലുണ്ടായിരുന്നു ബാങ്കിൻ്റെ. പക്ഷേ ഞങ്ങൾക്കറിയില്ലായിരുന്നു അത് എവിടെയാണെന്ന്. അങ്ങനെ അവസാനം ബാങ്ക് മാനേജർ പറഞ്ഞു, നിങ്ങളുടെ ലോക്കർ ഇപ്പോഴും ആക്റ്റീവാണ്, നിങ്ങൾ അത് തുറക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കീ ഉണ്ടായിരുന്നു. ഞങ്ങളത് തുറന്നപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ നഷ്ടപ്പെട്ടെന്ന് കരുതിയ ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾക്ക് തിരികെ കിട്ടി. പാസ്പോർട്ട് റിന്യൂ ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര തടസ്സമായിരുന്നു. പോകുമ്പോഴെല്ലാം ഓരോ സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്കെന്ന് പറഞ്ഞ് ഞങ്ങളെ വിടുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എഡിൻബറ എന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് നിൽക്കുമ്പം ട്രെയിൻ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾക്ക് ഓൺ ടൈമിൽ എത്താൻ പറ്റില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചപ്പോൾ ഉടനെ തന്നെ അനൗൺസ്മെൻറ്റ് കിട്ടി അടുത്ത പ്ലാറ്റ്ഫോമിൽ പോകാൻ. അങ്ങനെ ഞങ്ങൾ സമയത്ത് ചെന്നു. ഞാൻ ഉപ്പും
തൈലവും ഉപയോഗിച്ച് കുരിശ് വരച്ച് ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. പറഞ്ഞതിലും മുൻപ് തന്നെ എനിക്ക് ഞങ്ങളുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്ത് കിട്ടി. അങ്ങനെ 12 വർഷമായിട്ട് നാട്ടിൽ വരാൻ കഴിയാതിരുന്ന എൻ്റെ അമ്മയെ കാണുവാനും എൻ്റെ റിലേറ്റീവ്സിനെയൊക്കെ കാണുവാനും എനിക്ക് പരിശുദ്ധ അമ്മ എനിക്ക് ഈശോ വഴിയായി ഇടയാക്കി തന്നു. ഇവിടെ വന്നിട്ട് ഞാൻ രോഗികളെ സന്ദർശിക്കുകയും എന്നാൽ കഴിയും വിധമുള്ള ഡൊണേഷൻസൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പത്രം ഇപ്പോൾ ഞാൻ പോകാൻ സമയം 6 ബണ്ടിൽ വാങ്ങിയിട്ടുണ്ട്. അവിടെ ഞാൻ കൊണ്ടുപോയി അത് വിതരണം ചെയ്യും. പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ കാശ് രൂപവും ഉപ്പും മറ്റുള്ളവർക്ക് വാങ്ങി അവിടെ കൊടുക്കാറുണ്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ പോകുന്നവരുടെ കൈവശം പൈസ കൊടുത്തു വിട്ട് വാങ്ങി കൊടുക്കുമായിരുന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. എനിക്ക് ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഇപ്പോൾ അടുത്ത് പള്ളി ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പോകാനും കുർബാനയിൽ ഭക്തിപൂർവ്വം സംബന്ധിക്കുവാനും സാധിക്കുന്നുണ്ട്. ഞാനും ജീവിത പങ്കാളിയും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. കുമ്പസാരിക്കുന്നത് എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും കുമ്പസാരിക്കാറില്ല, എങ്കിലും സൗകര്യം കിട്ടുമ്പോഴൊക്കെ കുമ്പസാരിക്കാറുണ്ട്. ജപമാല എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു ഇവിടെ ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്ന്. പക്ഷേ അത് സാധിക്കാതെ വന്നപ്പോൾ അവിടെ ഒരു ഫണ്ട് റൈസിങ് നടത്തുന്നുണ്ടായിരുന്നു. അത് ഒരു ചർച്ചിൽ നിന്നും 8.5 കിലോമീറ്റർ അകലെ ഒരു കോൺവെൻറ്റ്, ഇത്രയും ദൂരേക്കുള്ള ഒരു വോക്കായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും ആ ഫണ്ട് റൈസിങ്ങിൻ്റെ കൂടി ഞങ്ങൾ ജപമാല ചൊല്ലി, അങ്ങനെ 12 ജപമാല ചൊല്ലി പോയിന്റിലെത്തി. അത് എനിക്ക് വലിയൊരു സംതൃപ്തി നൽകി. കാരണം എനിക്ക് വെരിക്കോസ് വെയിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു ക്ഷീണവും ബുദ്ധിമുട്ടും കൂടാതെ ഞാനത് ശരിയാം വിധം നടന്ന് ആ സ്ഥലത്തെത്തി. എനിക്ക് ഇങ്ങോട്ട് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഭയങ്കരമായ സുഗന്ധാഭിഷേകമായിരുന്നു. ഞാൻ കൊച്ചിനോടും ഹസ്ബൻഡിനോടും ചോദിച്ചു, നിങ്ങൾക്കും കിട്ടുന്നുണ്ടോ എന്ന്. അവർ പറഞ്ഞ് അവർക്ക് അത് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന്. മാതാവ് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതിന് വലിയൊരു തെളിവും എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥന പലപ്പോഴും കേൾക്കാറുണ്ട്. ഒരമ്മച്ചി ഒത്തിരി സീരിയസ് ആയി കിടന്നപ്പോൾ ഞാൻ ആ അമ്മച്ചിക്ക് വേണ്ടി 1000 മണി ജപമാല ചൊല്ലി. ആ അമ്മച്ചി ആ സിക്നസ്സിൽ നിന്നും റിക്കവറായി ഇപ്പോൾ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. ഞാൻ പലപ്പോഴും 4 വട്ടം ഇപ്പോൾ ഒറ്റയ്ക്കിരുന്ന് 1000 മണി ജപമാല ചൊല്ലാറുണ്ട്. പലപ്പോഴും അത് തീരുന്നതോ വെളുപ്പിന് 1:30 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും തീരുന്നതൊക്കെ. പക്ഷേ മടി കൂടാതെ ഭക്തിപൂർവ്വം എനിക്കത് ചെല്ലാൻ സാധിക്കുന്നുണ്ട്. 1000 മണി ജപമാലയുടെ ശക്തി വളരെ അധികമാണ്. അതുപോലെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിലും വളരെ അത്ഭുതം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ലൂക്ക 1:37 ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അതുപോലെ ലൂക്ക 18:27 മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ തിരുവചനം ഞാൻ ആവർത്തിച്ച് ചൊല്ലാറുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദവും ആയിരുന്നു. എല്ലാവരും ദൈവത്തിൽ പരിപൂർണമായും വിശ്വസിച്ച് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സാധിച്ചു കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാനിവിടെ